Meet the editors. ഹലോ, ഗുഡ് ഈവനിങ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പിണറായി സർക്കാരിനെ പിന്തുണച്ചതിന്റെ പേരിൽ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധം തുടരുകയാണ്. കുടുംബകാര്യത്തിനു വേണ്ടി അയ്യപ്പ ഭക്തരെ പിന്നിൽ നിന്ന് കുത്തി നിരീശ്വരവാദികൾക്ക് പാദസേവ ചെയ്യുകയാണ് സുകുമാരൻ നായരെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന വിമർശനം. എന്നാൽ കൃത്യമായ ആളോ പേരോ ഇല്ലാത്ത ഉയരുന്ന പോസ്റ്റർ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ആരെന്ന കൗതുകമാണിപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നത്. ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പ. സിനിമയിലെന്ന പോലെ രാഷ്ട്രീയ ആഖ്യാനത്തിലും സൂപ്പർ ഹിറ്റായ കട്ടപ്പയുടെ റോളാണ് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്കെന്നാണ് NSSന്റെ സമദൂര മാറ്റത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരുടെ ഏകസ്വരം. പത്തനംതിട്ട വെട്ടിപ്പുയർത്തുയർന്ന ആദ്യ ബാനർ മുതൽ ഇന്നുയർന്ന കോലഞ്ചേരിയിലെ ബാനർ വരെ 22 ഇടങ്ങളിലാണ് ഇതുവരെ സുകുമാരൻ നായരെ കട്ടപ്പയോട് ഉപമിച്ച് പ്രതിഷേധങ്ങളുണ്ടായത്. 250 കൊടുത്താൽ ഏത് അലവലാദിക്കും ഫ്ലക്സ് അടിക്കാമെന്നും 4 നായന്മാർ രാജിവെച്ചാൽ NSSന് ഒരു ചുക്കുമില്ലെന്നും പറഞ്ഞ് സുകുമാരൻ നായർക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ച മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ നിന്നാണല്ലോ NSS നായർ സർവീസ് സൊസൈറ്റിയെ നശിപ്പിക്കാനുള്ള എല്ലാ കേസുകളും വ്യവഹാരങ്ങളും ഒരുങ്ങുന്നതും വരുന്നതും പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. പണം ചെലവാക്കുന്നതും പ്രവർത്തിക്കുന്നതും കോടതികളിൽ കള്ളക്കേസ് കൊടുക്കുന്നതും എല്ലാം പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് 250 രൂപ കൊടുത്ത് ഏത് അലവലാതിക്ക് ഒരു ഫ്ലെക്സ് ബോർഡ് അടിക്കാം. പത്തനംതിട്ടക്കാരെ മണ്ടയ്ക്ക് കയറാൻ ഗണേഷ് കുമാർ വരണ്ട. ഇപ്പൊ സുകുമാരൻ നായരുടെ മൂട് താങ്ങി നിൽക്കുന്നത് ഗണേഷ് കുമാർ എന്തുകൊണ്ടാണെന്ന് അടുത്ത ജനറൽ സെക്രട്ടറി ആകാൻ വേണ്ടിയാണ്. തിരുവനന്തപുരത്തെ കുറ്റാനിക്കാട്, കോട്ടയത്തെ കിളിരൂർ, പത്തനംതിട്ടയിലെ മയിലാടുംപാറ എന്നീ 3 കരയോഗങ്ങൾ മാത്രമാണ് ഇതുവരെ ജനറൽ സെക്രട്ടറിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നത്. അപ്പോഴും മയിലാടുംപാറ കരയോഗം ഒഴികെ ഒരിടത്തും ബോർഡും ബാനറും വെച്ചതിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തില്ല. സമദൂരം വിട്ടുള്ള NSSന്റെ ശരിദൂരമാറ്റത്തിൽ ആശങ്കയുണ്ടെങ്കിലും പ്രതികരണം സൂക്ഷ്മതയോടെ മതിയെന്നാണ് കോൺഗ്രസ് തീരുമാനം. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്കെതിരെ പ്രത്യക്ഷപ്പെടുന്ന ബാനറുകൾ BJP സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന BJP മുൻ സംസ്ഥാന സെക്രട്ടറിയും പത്തനംതിട്ട ഓമല്ലൂർ NSS കരയോഗം പ്രസിഡന്റുമായ AG ഉണ്ണികൃഷ്ണന്റെ ആരോപണവും ഇതിനിടെ പുറത്തു വന്നിട്ടുണ്ട്. NSS സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യുമെന്ന് BJP ഭയക്കുന്നുണ്ടെന്നാണ് AG ഉണ്ണികൃഷ്ണന്റെ പക്ഷം. തീർച്ചയായിട്ടും BJPയുടെ സംസ്ഥാന നേതൃത്വം അറിവോട് തന്നെയാണ്. ഇവരെക്കാലവും NSSന്റെ സഹായം കിട്ടുന്ന ഒരു പ്രതീക്ഷ ഉണ്ടാകാം. പക്ഷെ സ്വാഭാവിക ഇപ്പൊ NSS എടുത്ത നിലപാട് സ്വാഭാവിക ഇവരിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ബാഹുബലിയെ പിന്നിൽ നിന്നും കുത്തുന്ന കട്ടപ്പയ്ക്ക് പിന്നിൽ ആര്? പ്രതിഷേധങ്ങൾക്ക് രാഷ്ട്രീയമോ എന്നാണ് ചോദ്യം. സ്മൃതി, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന കുമ്പഴയുടേതടക്കം 22 ബാനറുകളാണ്, പോസ്റ്ററുകളാണ്, പ്രതിഷേധങ്ങളാണ് സുകുമാരൻ നായർ ആഗോള അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ച് സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനയ്ക്ക് ശേഷം വന്നിരിക്കുന്നത്. ഇതിൽ പലതിലും വ്യക്തമായ രാഷ്ട്രീയ സൂചനകളുണ്ടെന്നാണ് പലരും കണക്കാക്കുന്നത്. ഈ പ്രതിഷേധങ്ങൾക്കെല്ലാം പിന്നിൽ രാഷ്ട്രീയമുണ്ടോ? എനിക്ക് തോന്നിയത് ഒരു കൺകെട്ട് വിദ്യയാണ്. രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്നതല്ല യഥാർത്ഥ രാഷ്ട്രീയം. കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഭയങ്കരമായ പ്രതിഷേധം വരികയാണ് സുകുമാരൻ നായരെ അങ്ങോട്ട് തെറിപ്പിക്കാൻ വേണ്ടി. 18ഇടത്തും ഈ പറയുന്ന ബാനറുകളല്ല കേട്ടോ. അതെ, പ്രതിഷേധമുണ്ട്. ഇവിടെ കൊച്ചിയിൽ ഒരു കരയോഗത്തിൽ അത് പ്രമേയം പാസ്സാക്കലായിരുന്നു. ചിലയിടത്ത് 4 പേരുടെ രാജിയായിരുന്നു. ഇപ്പോൾ പലയിടത്തും ഒരേ രീതിയിലുള്ള കട്ടപ്പ ബാനറുകൾ. അത് BJP ആണ് അതിന് പിന്നിൽ എന്നുള്ളതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഹൈന്ദവ വിശ്വാസികൾക്കിടയിലേക്ക് BJP കയറി ചെന്നിരിക്കുന്നു, ഒരുപാട് ദൂരം അവരെത്തിയിരിക്കുന്നു, ഒരുപാട് ഉള്ളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലെ കണക്കുകളാണ്. ആ തരത്തിൽ ഹൈന്ദവ വിശ്വാസികളിലേക്ക് കയറുമ്പോൾ പ്രത്യേകിച്ച് NSS പോലുള്ള സാമുദായിക സംഘടനകളിലേക്കും ആ രൂപത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. എത്ര കരയോഗങ്ങളുണ്ട്? 5794 കരയോഗങ്ങളുണ്ട്. അപ്പോൾ ഈ കരയോഗങ്ങളിലൊക്കെ എത്രത്തോളം RSSകാരുണ്ട്, BJPക്കാരുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ തന്നെ, കുടുംബ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തന്നെ നമുക്കറിയാമല്ലോ ഏതൊക്കെ രൂപത്തിൽ പല മുതിർന്നവർ, അമ്മാമാരും അമ്മായിമാരും ഒക്കെ ഈ പ്രതികരണത്തിൽ തന്നെ ഏതൊക്കെ രീതിയിൽ അവരുടെ രാഷ്ട്രീയ കാര്യങ്ങൾ വ്യത്യാസം വന്നിരിക്കുന്നു. അത് വിശ്വാസവുമായി കണക്ട് ചെയ്ത് ആ രാഷ്ട്രീയം പ്രതികരിക്കുന്നു. അപ്പോൾ പലപ്പോഴും യുവാക്കൾ ആ ഗ്രൂപ്പിൽ നിന്ന് വിട്ടുപോകുന്നു. ഇതൊക്കെ നമ്മളുടെ കുടുംബത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ രൂപത്തിൽ നല്ല സ്വാധീനം ചെലുത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യമാണ്. ആ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ BJP ഇവിടെ ഒരു ശ്രമം നടത്തുന്നു. ഇപ്പോൾ ഈ സുകുമാരൻ നായരെ മാറ്റുക എന്ന ഉദ്ദേശത്തിലുള്ള ഒരു പ്രതിഷേധമായി ഞാൻ അതിനെ കാണുന്നില്ല. ഇതൊരു വലിയ പദ്ധതിയാണ്. ആ വലിയ പദ്ധതിയിൽ
BJPയെ സംബന്ധിച്ച് ഇപ്പോൾ അവിടെ ഒരു പ്രതിഷേധം പുറമേക്ക് കാണിക്കുന്നു എന്നുള്ളേ ഉള്ളൂ. സുകുമാരൻ നായർ മാറുകയില്ല, സുകുമാരൻ നായരെ മാറ്റാനും പറ്റിയില്ല. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം പ്രതിനിധി സഭയിലെ 300 പേരും സുകുമാരൻ നായർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അവർ അവിടെ നിന്നും പ്രതിഷേധം കാണിച്ചാലല്ലാതെ ഒരു തരത്തിലുള്ള മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല. ഇനി സുകുമാരൻ നായർ അന്ന് പറഞ്ഞത് എന്താണ്? മന്നത്തിൻ്റെ നിലപാട് അതാണ് ഞാനിപ്പോഴും തുടരുന്നതെന്നാണ്. മന്നത്തിന് അങ്ങനെ സമദൂര സിദ്ധാന്തം ഉണ്ടായിരുന്നില്ല. മന്നത്ത് ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെ പിന്തുണച്ചിട്ടുണ്ട്, ഒരു ഘട്ടത്തിൽ പാർട്ടി രൂപീകരിച്ച് കോൺഗ്രസിനെതിരെയും നിന്നിട്ടുണ്ട്. ലീഗിൻ്റെ കൂടെ മന്ത്രിസഭയിൽ അംഗവുമായിട്ടുണ്ട് NSSലെ പ്രതിനിധികൾ. അതല്ലാതെ ഒരു കാലത്തും NSS CPM-നെ പിന്തുണച്ചിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുണച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് തൊട്ടുകൂടാത്തവർ എന്ന രൂപത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാറ്റി നിർത്തിയിരുന്നു. അതിശക്തമായ പ്രതികരണങ്ങൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കെതിരെ നടത്തിയിട്ടുണ്ട്. EMS മന്ത്രിസഭയെ താഴെ ഇറക്കുന്നതിൽ പ്രധാന പങ്കും വഹിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സമദൂര സിദ്ധാന്തം പണിക്കര് വന്ന ശേഷം വന്നിരിക്കുന്ന ഒരു നിലപാടാണ്. പിന്നീടാണ് അത് ശരിദൂരം എന്ന രൂപത്തിൽ സുകുമാരൻ നായർ മാറ്റുകയും ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അടുത്ത ഒരു തുടർ ഭരണം എന്നുള്ളൊരു പ്രതീക്ഷ അവിടെ CPM വയ്ക്കുമ്പോൾ CPM തന്നെ വരട്ടെ എന്നൊരു നിലപാട് BJPക്കും ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മളിപ്പോൾ ഓരോ വിഷയങ്ങൾ എടുക്കുമ്പോഴും ഏത് ഭാഗത്തുനിന്നാണ് പ്രതിഷേധം വരുന്നത്, ഏത് ഭാഗത്താണ് പ്രതികരണം വരുന്നത് നോക്കുമ്പോൾ ആ പ്രതികരണം ആർക്ക് നേരെയാണ് നീങ്ങുന്നതെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ അത് BJPക്കെതിരെ ആ രൂപത്തിൽ വരുന്നില്ല എന്ന് കാണാം. ഇപ്പോൾ ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമാണല്ലോ വിഗ്രഹം പീഠവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അതിലും പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ വിമർശനം, പ്രതിപക്ഷ നേതാവ് മോഷ്ടിച്ചു എന്നുള്ളൊരു പ്രയോഗം നടത്തുന്ന കോടതിയുടെ ഭാഗത്തുനിന്ന് വിമർശനം വന്ന ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവിനെതിരെയാണ് ഉയർത്തുന്നത്. ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന BJPക്കെതിരെ അത്ര ശക്തമായ പ്രതികരണം വരുന്നില്ല. അപ്പോൾ ഇവിടെ കോൺഗ്രസ് മുക്തമാക്കുക എന്ന ലക്ഷ്യം രണ്ടു കൂട്ടർക്കും ഒരുപോലെയുണ്ട്. BJPയുടെ പദ്ധതി ഏതായാലും 2026 ഒരു ഭരണം എന്നുള്ളതൊന്നുമല്ല, അത് 31 ആവുമ്പോഴേക്കേ ഉള്ളൂ. അതിനു മുമ്പ് ഞങ്ങളും CPM-ഉം മതി, ഞങ്ങളും CPM തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന രൂപത്തിലേക്ക് അത് കൊണ്ടുപോവുകയാണ്. അതിന് വഴിമരുന്നു. ഇനി NSS-മായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ NSS-നെ പൂർണ്ണമായി സഹായിക്കുന്ന ഒരു സർക്കാർ ഇവിടെ ഉള്ളപ്പോൾ, സമുദായ സംഘടനകൾ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു സർക്കാർ ഉള്ളപ്പോൾ പിന്നെ എന്തിനാ പ്രതിപക്ഷത്തിന് വേണ്ടി വാദിക്കണം? എന്തിനു വാദിക്കണം? NSS പറയാതെ തന്നെ ഇവിടെ മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർക്ക് സംവരണം, ആ സംവരണം എന്നുള്ളത് നടപ്പാക്കിയിട്ടുണ്ട്. അതൊരാവശ്യമായി മുന്നോട്ട് വയ്ക്കുന്നു. ഇവിടെ ജാതി സംവരണം വേണമെന്ന് രാജ്യത്തുടനീളം ആവശ്യങ്ങൾ വരുമ്പോൾ കേരളത്തിൽ ജാതി സംവരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം പോലും നടത്തേണ്ട എന്ന് NSS ആവശ്യപ്പെടാതെ തന്നെ അവർക്ക് വേണ്ടി ഒരു നടപടി എടുക്കുന്ന ആരാണ്? ഇടത് സർക്കാരാണ്. ഇനി SNDP യോഗവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിലോ ഇപ്പോൾ നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ള ഒരു സമവാക്യമൊന്നും ഇല്ലെങ്കിലും ഇപ്പോൾ NSS-ഉം SNDP യോഗത്തിനും യോജിക്കാവുന്ന മേഖലകൾ വന്നിരിക്കുകയാണ്. രണ്ടു കൂട്ടർക്കും. ഇപ്പോൾ SNDP യോഗത്തിൻ്റെ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരായ മൈക്രോ ഫിനാൻസ് കേസുകൾ എവിടെ? ഒന്നുമില്ലല്ലോ, അന്വേഷണം നടക്കുന്നില്ല. അപ്പോൾ സമുദായ നേതാക്കൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. അതല്ലാതെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ എയ്ഡഡ് സ്കൂളുകളുടെ കാര്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് ആദ്യം അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടേ ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു ഉത്തരവുണ്ട്. അത് ഇന്ന് സഭയിലും അത് ചിലർ ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ ആ കാര്യത്തിൽ അതുകൊണ്ട് എന്താണ് പല നിയമനങ്ങളും നടക്കുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. ഭിന്നശേഷിക്കാർ എല്ലാ ഘട്ടത്തിലും വരില്ലല്ലോ ആദ്യം. അപ്പോൾ അവർ വരാത്തതുകൊണ്ട് പല സ്കൂളുകളിലെ നിയമനങ്ങളൊക്കെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ NSS സമീപിക്കുന്നു. NSS-ന് അത് നടപ്പാക്കി കൊടുത്തു. കോടതി വഴിയാണ് NSS മുന്നോട്ട് ആവശ്യപ്പെടുന്നു. അത് കോടതിയിലേക്കല്ല ആദ്യം പോകുന്നത്. സർക്കാരിൻ്റെ അതിലൊരു ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അത് NSS-ന് മാത്രമേ നടപ്പാക്കിയിട്ടുള്ളൂ. കോടതി വിധി വന്നത് NSS-ന്റെ കാര്യത്തിൽ മാത്രമാണ്. NSS ആദ്യം കോടതിയിലേക്കല്ല പോകുന്നത്. സർക്കാർ അതിൽ അനുകൂലമായ നിലപാടെടുക്കുന്നുണ്ടെന്നേ. അത് കോടതി വിധി വന്നതിന് ശേഷമാണ്. അതെ, NSS-ന്റെ കാര്യത്തിൽ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. അത് പൊതുവായൊരു സമീപനം എടുക്കുന്നില്ല. NSS-ന്റെ കാര്യത്തിൽ മാത്രമാണ് അത് എടുക്കുന്നത്. അതൊരു നേട്ടമായി, അതായത് സർക്കാർ ചെയ്തു കൊടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ അതിൽ മേൽക്കോടതിയിൽ പോകാമല്ലോ. സർക്കാർ അങ്ങനെ ചെയ്തില്ല. NSS-ന് ചെയ്തു കൊടുക്കുന്നു. അല്ല, അത് പോകാതിരിക്കുന്നതിന്റെ കാര്യം ഇതാണ്. സർക്കാരിനെ സംബന്ധിച്ച് എയ്ഡഡ് സ്കൂളുകൾക്ക് ഇപ്പൊ നിയമനത്തിന്റെ കാര്യത്തിൽ ഇത് നടപ്പാക്കിയെങ്കിലും ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണല്ലോ. അപ്പോൾ സർക്കാരിന് വലിയ നഷ്ടം വരുന്ന കാര്യമാണ്. ഒരുപാട് നിയമനങ്ങൾ അതുവഴി NSS നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുവഴി ലാഭം NSS-ന് കിട്ടിയിട്ടുണ്ട്. അതുവഴിയുള്ള നന്ദിയുണ്ട്. പല കാര്യങ്ങളായി ഈ രൂപത്തിൽ NSS ആവശ്യപ്പെടുന്നു, നടപ്പാക്കി കൊടുക്കുന്നുണ്ട്. അപ്പുറത്തെ SNDP യോഗത്തിനും യാതൊരു പരാതിയുമില്ല. ഇങ്ങനെ പരാതിയൊന്നുമില്ലാതെ ഈ ഒരു ഭരിക്കുന്ന കൂട്ടർ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് മറ്റൊരു പക്ഷം ഇവിടെ ഭരണത്തിൽ വരുന്നത്? ഇതാണ് ഉദ്ദേശം. അപ്പോൾ ഈ പറയുന്ന ജാഥകളും പ്രകടനങ്ങളും ഒന്നും ഞാൻ വലിയ കാര്യമായിട്ട് കാണുന്നില്ല. ആത്യന്തികമായി ഇവരൊക്കെ ഒന്നാണ്. ആ ഒന്നാകൽ ഇവിടെ കോൺഗ്രസ് മുക്ത കേരളമാക്കാനുള്ളതാണ്. അതിനുള്ള ശ്രമങ്ങളാണ് ഓരോ പ്രതികരണത്തിലും, രാഷ്ട്രീയ പ്രതികരണത്തിലും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്കെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയമോ എന്നാണ് ചോദ്യം. ആന്റോ അഗസ്റ്റ്യൻ. സമദൂരമാണോ ശരിദൂരമാണോ ശരിയെന്ന് ചോദിച്ചാൽ ഞാൻ ശരിദൂരമാണ് ശരിയെന്ന് പറയുന്ന ഒരാളാണ്. കാരണം സമദൂരത്തിൻ്റെ അർത്ഥം എന്താ? എല്ലാവരോടും സമഭാവനയോടുകൂടി പോകുക എന്നുള്ള അർത്ഥത്തിലല്ല. അവിടെ ഒരു ശരിയുണ്ടെങ്കിൽ ആ ശരീനെ മാറ്റി വെച്ചിട്ട് സമദൂരത്തിൽ പോകണമെന്നുണ്ടോ?
അങ്ങനെയില്ലല്ലോ. അപ്പോൾ ശരി ദൂരത്തിലല്ലേ പോകണ്ടേ? ഞാൻ പറയാം എല്ലാം ഈക്വലാണ്. ഇപ്പോൾ കോൺഗ്രസും BJP CPM ഒക്കെ ഈക്വലാണെങ്കിൽ നമുക്ക് സമദൂരമൊക്കെ എടുത്തിട്ട് പോകാം. കാരണം എല്ലായിടത്തുനിന്നും ഒരേ അനുഭവമാണല്ലോ കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ ആ രണ്ട് വിഭാഗം ഇല്ല. ഇപ്പോൾ ഒരു ശരി ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ശരി ദൂരം എടുത്തിട്ട് പോകുക എന്നുള്ളതാണ് സുകുമാരൻ നായർ ചെയ്യുന്നതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം ഞാൻ പറയാം, ശബരിമല ആയി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പം ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്, ഈ ചർച്ചകൾ മുഴുവൻ ഉണ്ടായത്. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ ശരി ദൂരത്തിൽ കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും തിരിച്ചു വരണം തോന്നിയാലോ? അപ്പോൾ ശരി പോയാൽ അവിടെ നിർത്തി. അങ്ങനെയാണ് നിർത്തിയിട്ടത്. താക്കോൽ സ്ഥാനം അങ്ങനെ ഏതായാലും ശരിയാണല്ലോ, ഏതെങ്കിലും ശരിയിലേക്കാണോ ഞാൻ ചോദിക്കുന്നത്. താക്കോൽ സ്ഥാനത്തിനൊക്കെ തീരുമാനം എടുത്തത് എങ്ങനെയാ? അതാണ് ശരി ദൂരത്തിൽ കൂടെ പോവായിരുന്നു. അവിടെ ചെന്നപ്പം ഇതാണ് അവസ്ഥ എന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ ഇട്ടിട്ട് പോകുന്നു. ഇപ്പം ആ ശരി ദൂരം വിട്ടിട്ട് നല്ല ശരി ദൂരത്തിൽ കൂടെ പോകുന്നു എന്നുള്ളതാണ്. ഇത്രയും നാളും ശരി ദൂരത്തിൻ്റെ കൂടെ വന്നിട്ടില്ലല്ലോ. ഇപ്പം നല്ല ശരി ദൂരം ഇതാണെന്ന് മനസ്സിലാക്കുന്നു, അതിൻ്റെ ഒപ്പം വരിക എന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞു ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. അപ്പം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ പ്രശ്നം. ശബരിമലയിൽ എന്താണ് NSSന് അനുകൂലിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ആ കാലയളവിൽ. അതിന് അവർ അംഗീകരിച്ചിട്ടില്ല, ശക്തമായി സമരം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ്, ഇപ്പം ശബരിമലയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ടും വലിയ രീതിയിൽ പദ്ധതികൾ നടപ്പിലാക്കുന്ന സർക്കാരിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ എന്തായാലും അതിനെതിരെ ഒരു വികാരം ഉണ്ടാവുമല്ലോ. കാരണം NSSൽ CPM-മാർ മാത്രമല്ലല്ലോ ഉള്ളത്, അവിടെ BJP-ക്കാരും കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കൂടെ നിന്ന് അവരൊപ്പം നിന്നുകൊണ്ടിരുന്ന ഒരു സംവിധാനത്തിൻ്റെ അകത്ത് വേറൊരു ലെവലിലേക്ക് പോകുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഈ ശരിദൂരത്തിനൊപ്പം പോകാതിരിക്കാൻ സുകുമാരൻ നായർ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അപ്പോൾ അതിന് മുന്നേ പോയേ പറ്റുള്ളൂ. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദു സംഘടനകളെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദു മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് SNDP കൂടെ നിൽക്കുന്നത്, അതുകൊണ്ടാണ് NSS കൂടെ നിൽക്കുന്നത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ കൂടെയുള്ള ഹിന്ദു സംഘടനയുടെ പേരൊന്ന് പറയാമോ? ആരെങ്കിലും ഈ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ BJP-ന്റെ കൂടെ നിൽക്കുന്ന ഹിന്ദു സംഘടനയുടെ പേര് പറയാവോ? രാഷ്ട്രീയ പാർട്ടികൾ ഹിന്ദു സംഘടനകളെ കൂട്ടിയിട്ടാണോ ഒക്കെ പറയുമല്ലോ. ഇത്രയും നാളും അങ്ങനെയല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്രയും നാൾ നേരെ തിരിച്ചല്ലേ. CPM-ന്റെ കൂടെ ഏത് ഹിന്ദു സംഘടനയുള്ളതെന്ന് ചോദിച്ച പാർട്ടികളുണ്ടല്ലോ. ഇപ്പം എന്തേ അതൊന്നും പറയാത്ത? ഇപ്പം പറയുന്നത് എന്താ? ഇപ്പം പറയുന്നത് എന്തോ ഒരു അപരാധം ചെയ്ത പോലെയാണ്. അങ്ങനെയല്ലാന്ന്. കഴിഞ്ഞ 9 വർഷമായിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വലിയ രീതിയിലില്ല. ശബരിമലയിലെ വിഷയം ഉണ്ടായിരുന്നു. ആ കാര്യത്തിൽ നിന്ന് ആ കാര്യത്തിൻ്റെക്കാളും 5 ഇരട്ടി അപ്പുറം മാറ്റങ്ങൾ ശബരിമലയ്ക്ക് വരുത്താൻ വേണ്ടിയുള്ള ഗുണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനൊപ്പം ഇപ്പോൾ എന്താണ് NSS-നുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുകുമാരൻ നായർ ഇപ്പോൾ എന്ത് നിലപാടാണ് ഈ കാര്യത്തിലൊക്കെ സ്വീകരിക്കേണ്ടത്? സർക്കാരിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണോ? അല്ലെങ്കിൽ പിണറായി വിജയനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണോ? അല്ലെങ്കിൽ ഈ പറയുന്ന ശബരിമല വികസനമൊന്നും വേണ്ടാന്ന് പറയണോ? ഏത് നിലപാടാണ് സ്വീകരിക്കാമെന്നേ? അപ്പോൾ ഞാൻ ഇന്നലത്തെ മിനിഞ്ഞാന്ത മീറ്റ് പറഞ്ഞല്ലോ, എന്താണ് ഈ പറയുന്ന ഒരു ലൈസൺ ഓഫീസർമാർ, ലൈസൺ നേതാക്കന്മാരുടെ ഒരു വലിയ അഭാവം ഈ കോൺഗ്രസിലും BJP-യിലും ഉണ്ട്. NSS-ഉമായിട്ട് ലൈസൺ വർക്ക് കിടക്കുന്നത് ആരാ ഇറങ്ങുന്നത് അറിയോ? ഇന്നലെ BJP ഇറങ്ങി. ആരാ പഴയ NSS-ഉമായി ലൈസണിങ് നടത്തിക്കൊണ്ടിരുന്ന ആളെ സൈഡ് ചെയ്ത് മൂള ചെയ്താൽ. കാരണം ഒരു പഞ്ചായത്താണ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പഞ്ചായത്തല്ല ജില്ലാ നേതാവിനെ മാറ്റിയെന്ന് ഇങ്ങോട്ട് പറഞ്ഞ് ചോദ്യം ചെയ്യുന്നതിന് അവിടെ പോയി വീട്ടിൽ പ്രായമായില്ല, വീട്ടിലിരുന്നോളാം പറഞ്ഞ ആളുടെ പേര് PJ കുര്യനെന്നാ. കോൺഗ്രസിൻ്റെ ഏത് തലമുതിർന്ന ഇപ്പം എന്താണ് നേതാക്കന്മാരൊക്കെ അദ്ദേഹത്തെ ശാസിക്കുകയായിരുന്നു. കാരണം നിങ്ങൾക്ക് അതിനുള്ള കഴിവൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചില്ല, കോൺഗ്രസ് അല്ലേ നിങ്ങൾക്ക് എല്ലാം നിന്നെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തി മൂലയ്ക്ക് ഇരുത്തിയ ആൾ ഇപ്പോൾ ലൈസൻസ് വർക്കിന് ഇറങ്ങേണ്ടി വരികയാണ്. അദ്ദേഹം വന്നിട്ട് NSS വേറെ ഒരു നേതാവിനെ അങ്ങോട്ട് പോയി കാണാൻ കഴിയുന്നില്ലല്ലോ. എന്താ കാണാൻ കഴിയാത്തത്? ഈ NSS-ന്റെ ജനറൽ സെക്രട്ടറി എന്താണ് കോൺഗ്രസ് നേതാക്കന്മാർ കാണാൻ കഴിയാത്തതിന് കാരണം അവരുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ളതാണ്. ഇതേ അവസ്ഥയാണ് SNDP-യിൽ നടക്കുന്നത്. അവിടെ പോയി സംസാരിക്കാനുള്ള ബന്ധമുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്താണെങ്കിലും KM മാണീൻ്റെ കാലത്തൊക്കെയാണ് ഇവരോട് വലിയ രീതിയിൽ ബന്ധം പുലർത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ശ്രീദേവിടെ നേരത്തെ പറഞ്ഞല്ലോ, മന്നത്ത് പത്മനാഭൻ പിന്നെ അവർ ലീഗുമായിട്ട് വരെ സഹകരിച്ചുകൊണ്ട് പോയിരുന്ന കാലമുണ്ട്. ലീഗുമായിട്ട് പോയ ആ കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതുപോലും ഇപ്പോഴത്തെ നേതാക്കന്മാർക്ക് അതോടുകൂടി എന്താ സംഭവിക്കാമെന്നറിയോ? ഞാൻ പറയുന്നത് ഈ കോൺഗ്രസ് മുക്ത കേരളം അല്ലെങ്കിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി സ്വന്തം വിചാരിക്കാതെ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഞാൻ നശിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒരാൾ നശിക്കാൻ ഒരു പാർട്ടി നശിക്കാൻ തീരുമാനിച്ചാൽ സ്വന്തം നശിക്കാൻ തീരുമാനിക്കുക അല്ലാതെ ഒരാളും തകർക്കാം അല്ലെങ്കിൽ തകർത്തെടുത്ത് കളയാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല എന്നേ. ശക്തമായി പ്രതിരോധിക്കാൻ ശേഷിയുള്ള പാർട്ടിയാണ് എന്താ പേടിക്കാനുള്ളത്? അപ്പോൾ അത് പേടിക്കുന്ന ആ സംവിധാനത്തെ തടയാനുള്ള ശേഷി ഈ പറയുന്ന പ്രസ്ഥാനങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ്. പിന്നെ എന്താണ് നമുക്ക് പറയാം, കേരളത്തിൽ BJP-ക്ക് വലിയ രീതിയിൽ ഇൻട്രോഡ് ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്താണ് ഇപ്പം ഇൻട്രോഡ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഹിന്ദു സംഘടനകളിലും ഹിന്ദു ആചാരമായി മുന്നോട്ട് പോകുന്ന അണികളിലൊക്കെ ജനങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഇൻട്രോഡ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഇൻട്രോഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അത് ഇൻട്രോഡ് ഉണ്ടാക്കുന്നത് കോൺഗ്രസ് തകരുമ്പോഴാണ്. കോൺഗ്രസ് തകരുന്നുള്ളതാണ്. ഞാൻ പറയുന്നത് തൃശ്ശൂർ സുരേഷ് ഗോപി MP ജയിച്ചു എന്ന് പറയുന്നു. തോക്കുന്നത് അവിടെ ആരാ? കോൺഗ്രസിൻ്റെ MP-യാണ്.
അപ്പം ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാർ 9 വർഷമായി, 10ാമത്തെ വർഷം പഞ്ചായത്ത് ഇലക്ഷനിൽ 2 മാസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഈ 2 മാസത്തിനുള്ളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ എന്തൊക്കെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടണം എന്ന് തീരുമാനിക്കേണ്ടത് ആരാ? പ്രതിപക്ഷ പാർട്ടികളല്ലേ. എന്തെങ്കിലും ചർച്ച ചെയ്യപ്പെടാൻ കഴിയുന്നുണ്ടോ? ഒന്നും ചർച്ച ചെയ്യപ്പെടാൻ കഴിയുന്നില്ല. ചർച്ച ചെയ്യപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഈ പറയുന്ന സർക്കാർ മുന്നോട്ട് വെക്കുന്ന എല്ലാ പദ്ധതികളെയും സപ്പോർട്ട് ചെയ്യാല്ലാതെ വേറെ നിവൃത്തിയില്ലാതെ വരികയാണ്. കാരണം ഇതിന് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്തണ്ടേ, കുറ്റം പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതിനൊരു പ്ലാനിങ്ങും ഇല്ല കേട്ടോ, അതിനെങ്ങനെ പ്ലാനിങ്ങും ഇല്ല. അങ്ങനെ ഒരു സംവിധാനം ഇനി 60 ദിവസമുണ്ട്. 60 ദിവസത്തിനുള്ളിൽ എത്ര നേതൃയോഗങ്ങൾ കോൺഗ്രസിൽ നടക്കുന്നുണ്ട്? BJPയിൽ കുറച്ചും കൂടെ നടക്കുന്നത് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസ് ഒട്ടും നടക്കുന്നില്ല. കാരണം ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം. കാരണം 60 ദിവസം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഒരു കേരളം മുഴുവൻ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ഒന്നും അതിനെക്കുറിച്ച് പ്ലാനിങ് ഇല്ല, അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പം ഇനി എന്താ പറയാൻ പറ്റുക? ഇനി പറയാൻ പറ്റുന്നത്, ഇനി ആ സമയത്ത് പോയിട്ട് മത നേതാക്കന്മാരെയും മതപണ്ഡിതന്മാരെയും എല്ലാം ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കിട്ടുന്ന വോട്ടും കൂടെ കിട്ടാതാവുമല്ലോ. ഇപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയില്ലേ, കോൺഗ്രസിന് ഒരു സ്ഥലത്ത് പാളി. എവിടെയാണ് പാടിയത്? ഈ പറഞ്ഞ ശബരിമല ഈ പ്രോഗ്രാം നടത്തിയല്ലോ, അയ്യപ്പ സംഗമം നടത്തിയല്ലോ. അവിടെ കോൺഗ്രസ് സർക്കാരിൻ്റെ കൂടെ നിന്ന് അയ്യപ്പ സംഗമത്തിന് സ്ട്രോങ് ആയിട്ട് അനുകൂലിക്കണമായിരുന്നു. അനുകൂലിച്ചാൽ പറയായിരുന്നു എന്താണ്, ഇത് നിങ്ങൾ നശിപ്പിച്ചതല്ലേ, നിങ്ങൾ തന്നെ മുന്നോട്ട് വയ്ക്കാൻ ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറയണമായിരുന്നു. അത് എന്തിനാ വിട്ടു നിന്നേ? അനുകൂലിക്കുകയാണോ വിട്ടു നിൽക്കുകയാണോ? ഇവരുടെ കയ്യിൽ എന്താ ന്യായമില്ല. പറഞ്ഞത് ഞാൻ അവിടെ പോയിരുന്നെങ്കിൽ പരിഹാസ്യനാകുമായിരുന്നു. അല്ല, ഞാൻ പറയുന്നത് ഞാൻ അങ്ങോട്ട് പോയി സപ്പോർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ അപ്പോൾ അതിനൊന്നും മറുപടിയില്ല. ആ മറുപടി ഇല്ലാത്തതിന് കാരണം എന്താ? ഒരു മതപണ്ഡിതൻ വിളിച്ച് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ NSS പോലെ SNDP പോലെ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ നിലപാടില്ലാന്ന്. ശബരിമലയുടെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്താ വെച്ചാൽ നിലപാടില്ല എന്ന് പറയാം. കാരണം എന്തുകൊണ്ടാണ്? ഇവർക്ക് കിട്ടുന്ന നിലപാട് വേണ്ട, വിശ്വാസികളുടെ കൂടെ നിന്നുള്ള നിലപാട് വേണ്ടേ? അപ്പോൾ അതിന് പറയുന്നത് 2016 അങ്ങനെ സംഭവിച്ചില്ലേ, 2018 ഇങ്ങനെ സംഭവിച്ചില്ലേ എന്നുള്ളതല്ല, 2025 എങ്ങനെ സംഭവിക്കുന്നോ ജനങ്ങൾ നോക്കുന്നതെന്ന്. ഇപ്പം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ 2016 എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? പറയണേ. 1999 മുതലുള്ള രജിസ്റ്ററാണ്. UDFന്റെ കാലത്തെയും LDFന്റെ കാലത്തെയും രജിസ്റ്റർ എഴുതി വെച്ചിട്ടില്ല. രജിസ്റ്റർ കാര്യം മാത്രമാണോ പറഞ്ഞത്? പിന്നെ ഏതാ കാര്യം വിഷയം? ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ഇപ്പൊ എക്സ്പോസ് ചെയ്തിപ്പെട്ടില്ലേ, സ്വർണം അടിച്ചു മാറ്റി എന്ന് പ്രതിപക്ഷം ആരോപിച്ചത് എന്തർത്ഥത്തിലാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നിങ്ങൾ കള്ളനാക്കിയത്? നിങ്ങളെന്ന് ഉദ്ദേശിച്ചത് പ്രതിപക്ഷം കള്ളനാക്കിയത് ആരെ? കോടതി വിരമിച്ച ജഡ്ജിയെ ഏൽപ്പിച്ച എന്തിനാണാവോ? മൊത്തം 99 മുതലുള്ള ഡോക്യുമെന്റിന്റെ രജിസ്ട്രേഷൻ പക്കയല്ല. വിരമിച്ച ജഡ്ജി ഇപ്പൊ നോക്കി പരിശോധിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എപ്പോഴാണ് ഈ 99 മുതലുള്ള കണക്കെടുക്കാൻ തീരുമാനിക്കുന്നത്? ഇപ്പോഴാണ്. നോക്കൂ, അത് ദേവസ്വം ബോർഡ് തന്നെ പറയുന്നു പല ഡോക്യുമെന്റും കൃത്യമല്ലെന്ന്. ദേവസ്വം ബോർഡ് തന്നെ പറയുന്നു മുൻകാലങ്ങളിലെ കൃത്യമല്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ല ഇന്ന് ഹൈക്കോടതി പറഞ്ഞത് വിരമിച്ച ജഡ്ജിയെ നിയമിച്ചിരിക്കുന്നത്. 4.5 കിലോ പോയ പോക്ക് എങ്ങോട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പൊ പീഠത്തിന്റെ കാര്യത്തിലും ആരാണ് ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്ന് കണ്ടുപിടിക്കട്ടെ. അതാണ്. അപ്പൊ എവിടെ പ്രതിപക്ഷം എന്താ ചോദിച്ചത്? അടിച്ചുകൊണ്ട് പോയത് ആരാണെന്നാണ്. അതാണ് കോടതി ഒരു വിമർശനം ഉന്നയിച്ചാൽ പോലും ഇവിടെ പ്രതിപക്ഷം ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല. പക്ഷേ അതാണ്, ഇതാണോ ചോദ്യം? തരും. അപ്പൊ പ്രതിപക്ഷം എന്നുള്ളതാണ് പ്രശ്നം. ചോദ്യം ചോദിക്കണ്ടേ? ചോദ്യം ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറുപടി അത് വേണം. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മറുപടി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യമല്ല. നമ്മളൊരു ചോദ്യം ചോദിക്കണം, എന്താണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റെന്ന് വ്യക്തമായി പറയാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ? അത്രയും അറിഞ്ഞാൽ മതി. അത് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് തൊട്ടും തൊടാതെയൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേ. ഇപ്പോൾ ചോദ്യത്തിന് മറുപടി ഇല്ലല്ലോ. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ NSSൻ്റെ കൂടെയാണോ കൂടെ അല്ലെന്ന് ചോദിച്ചാൽ NSSനെ തള്ളാനും പറ്റില്ല, കൊള്ളാനും പറ്റുന്നില്ല. പിന്നെ ശരിദൂരാണോ തെറ്റുദൂരാണോ പിന്നെ സമദൂരാണോ ഒക്കെ ചർച്ച ചെയ്ത് നടക്കുകയാണ്. നിലപാടെടുത്ത് മുന്നോട്ട് പോകണമെന്നേ. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നിലപാട് സ്വീകരിച്ചല്ലോ, ഇവിടെ എന്താ നിലപാട് സ്വീകരിക്കാത്ത? വലിയ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടായിരുന്നല്ലോ. NSSൻ്റെ കാര്യത്തിൽ എന്താ നിലപാട് സ്വീകരിക്കാത്തത്? കാരണം അറിയോ? ഇത്രയും നാൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളിപ്പോൾ ഇല്ല, പോവുകയാണ്. അപ്പോൾ അതിനെന്താ അറിയോ? ഇപ്പോൾ SNDPനോട് എടുത്ത നിലപാട് ഇതിപ്പോൾ സ്വീകരിക്കാൻ പറ്റില്ല. അവിടെ SNDPനോട് സംസാരിച്ച എന്താണ്? മകനിതാ BJPൻ്റെ ഭാഗം, അച്ഛനിതാ CPMൻ്റെ ഭാഗം, അതുകൊണ്ട് അവർ CPM നിലപാടേ സ്വീകരിക്കുകയുള്ളൂ. അവിടെ ഈഴവരുടെ 80% എന്താണ് CPM അനുഭാവികളാണ്, അതുകൊണ്ട് അവർ CPM നിലപാട് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. NSSൽ വന്ന ഈ വർത്താനൊന്നും പറയാൻ കഴിയില്ല. കാരണം എന്താ? ഭൂരിഭാഗം ആൾക്കാരും കോൺഗ്രസിന് അനുകൂല ആൾക്കാരായിരുന്നു ഇതുവരെ. അവരാണ് പോകുന്നത്. അങ്ങനെ പോയി കഴിയുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ്? തള്ളാനും പറ്റില്ല, കൊള്ളാനും പറ്റില്ല. ആൾ ശരി ദൂരത്തിൻ്റെ ഭാഗമായിട്ട് പോവുകയും ചെയ്യുകയാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. എന്താ സുജിയ? അപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു കാര്യത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. NSSൻ്റെ കാര്യത്തിൻ്റെ അകത്ത് NSS ശരിദൂരത്തിൻ്റെ ഭാഗമാണ്, ശരിദൂരമായി മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. ഇത് ശരിദൂരം അല്ല എന്ന് പറയേണ്ട പാർട്ടി BJPയും കോൺഗ്രസുമാണ്. അതിന് പകരം 22 പേരെ കൊണ്ടൊന്നും ഗണേഷ് കുമാർ പറഞ്ഞ പോലെ മുദ്രാവാക്യം വിളിപ്പിച്ചുകൊണ്ടോ കട്ടപ്പേൻ്റെ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടോ മാത്രം മതിയാവില്ല.
കാരണം മനസ്സിലായില്ലേ? അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഗണേഷ് കുമാർ കറക്റ്റ് ക്ലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പുള്ളി ക്ലാരിറ്റിയോടുകൂടി പറയുന്നത് എവിടുന്നാണ് പ്രിൻ്റ് അടിച്ചതെന്നും 250 രൂപ മതി 10 പേർക്ക് ഒന്നിച്ച് പ്രിൻ്റ് അടിച്ചിട്ട് എല്ലായിടത്തും കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒട്ടിച്ചോ എന്ന് പറഞ്ഞു. സിംഗിൾ പ്രിൻ്റ് ചെയ്ത് വന്ന കോപ്പിയാണ്, എല്ലാം കട്ടപ്പയും സെയിം കണ്ടന്റുമാണ്. മനസ്സിലായില്ലേ? ഒരു സ്ഥലത്ത് നിന്ന് ഒരു മിനിറ്റ്, ഒരു പ്രിന്റിംഗ് ഓഫീസിൽ നിന്ന് ഒന്നിച്ച് പ്രിന്റ് എടുക്കുന്നു, എന്നിട്ട് എല്ലായിടത്തും കൊണ്ട് ഇത് ഒട്ടിച്ചോ എന്ന് പറയുന്ന അവസ്ഥയേ ഉള്ളൂ. അതിനേക്കാൾ അപ്പുറം ഒന്നും ഇല്ല എന്നുള്ള എൻ്റെ അഭിപ്രായം. റൈറ്റ്. എന്തുകൊണ്ടാണ് NSSന്റെ ജനറൽ സെക്രട്ടറിക്കെതിരെ ഈ രീതിയിലുള്ള വലിയ പ്രതിഷേധം നടക്കുന്നത്? എന്തുകൊണ്ടാണ് NSSന്റെ നിലപാട് UDFനെയും അഥവാ കോൺഗ്രസിനെയും BJPയും ഒരേപോലെ അലോസരപ്പെടുത്തുന്നത് എന്നത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് അലോസരപ്പെടുത്തുന്നത്? 2, ഈ വിഷയത്തിൽ പരക്കെ പ്രചരിച്ചിരുന്ന നുണകൾ അതെങ്ങനെയാണ് പൊളിഞ്ഞു വീണത്? അത് വീണ്ടും സുകുമാരൻ നായരുടെ പ്രസ്താവനയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു എന്നതാണ് എൻ്റെ ആർഗ്യുമെൻറ്റ്. 3ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് ഈ പ്രതിഷേധങ്ങൾ നടക്കുന്നത്, അതിൻ്റെ സ്വഭാവം എന്ത്? ഈ 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയം പ്രേക്ഷകർക്ക് മനസ്സിലാവും. ആദ്യത്തെ ഭാഗം, എന്തുകൊണ്ടാണ് NSS ആഗോള അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ച് LDF സർക്കാരാണ് അഥവാ പിണറായി സർക്കാരാണ് വിശ്വാസ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ NSSന് കൂടുതൽ വിശ്വാസമുള്ളതെന്ന് നിലപാടെടുത്തപ്പോൾ കോൺഗ്രസിന് നൊന്തത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് BJPക്ക് നൊന്തത്? അത് കേവലം വിശ്വാസികളുടെ മാത്രം വിഷയമായതുകൊണ്ടല്ല. NSSന് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലുള്ള സ്ഥാനം എന്ന് പറയുന്നത് അത് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമല്ല എന്നുള്ളതാണ്. ഇപ്പം ഈഴവ വോട്ട് ബാങ്ക് എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ, മറ്റ് സമുദായങ്ങളുടെയൊക്കെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ NSSൻ്റേത് അങ്ങനെ ഒരു വോട്ട് ബാങ്ക് എന്ന അർത്ഥത്തിലല്ല വരുന്നത്. പകരം NSSന് പൊതുസമൂഹത്തിൽ പൊതുജനാഭിപ്രായം സൃഷ്ടിക്കാനുള്ള ഒരു ശേഷിയുണ്ട് എന്നുള്ളതാണ്. അത് ഈഴവ സമുദായത്തിലെയും ഒക്കെ ഒരു വിഭാഗത്തിലുള്ള ആളുകൾക്ക് അത് സാധിക്കും. പക്ഷേ NSSന് അതിവേഗം, എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥ തലത്തിലാണെങ്കിലും സാംസ്കാരിക ഇടങ്ങളിലാണെങ്കിലും ഒക്കെ NSSൻ്റെ സാന്നിധ്യം മറ്റ് സംഘടനകളെ അപേക്ഷിച്ച് കൂടുതലാണ് എന്നുള്ളതാണ്. അത് സമുദായ അതല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ആ അഭിപ്രായ സ്വാതന്ത്ര്യമാണല്ലോ. ആ അഭിപ്രായം എന്ന് പറയുന്നത് അത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. സുജയ, വളരെ വ്യക്തമായി പ്രതിഫലിച്ചു. പിന്നീടാണല്ലോ സുകുമാരൻ നായർക്കും നായന്മാർക്കും ഒക്കെ കാര്യം മനസ്സിലായത്. ഇതിൻ്റെ സുവർണാവസരം മുതലെടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നവരുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടു സുജയ. അത് കേട്ടപ്പോഴാണ് കാര്യങ്ങൾ ബോധ്യമായത്. സുവർണാവസരമായിരുന്നു എന്നത് കേരളത്തിലെ ചില നേതാക്കൾക്ക് ബോധ്യപ്പെട്ടു, ഈ അഭിപ്രായമുണ്ടാക്കിയ നായർ വിഭാഗത്തിലുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ എന്തുകൊണ്ടാണ് അലോസരപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ ഈ ശേഷിയാണ് യഥാർത്ഥത്തിൽ ഇവർ ഭയക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ അവരുടെ കണക്കെടുത്ത് നോക്കൂ. 13% മുതൽ 14% വരെയാണ് കേരളത്തിൻ്റെ പോപ്പുലേഷനിൽ NSSൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. എന്നാൽ ക്യാബിനറ്റിൽ നിങ്ങൾ നോക്കൂ, അവരുടെ സാന്നിധ്യം എത്രയാണെന്ന് അറിയാമോ? ഒരു 37% നമ്മുടെ ക്യാബിനറ്റിൽ നോക്കിയാൽ, നമ്മുടെ മന്ത്രിസഭയിൽ നോക്കിയാൽ അവരുടെ സാന്നിധ്യം കാണാൻ കഴിയും. ഉദ്യോഗസ്ഥ തലങ്ങളിൽ നോക്കൂ, കോളേജ് തലങ്ങളിൽ നോക്കൂ, അധ്യാപകരുടെ ഇടയിൽ നോക്കൂ, ഉയർന്ന ഉദ്യോഗങ്ങളിൽ നോക്കൂ. അപ്പോൾ ഇവരുടെയൊക്കെ സ്വാധീനം സാംസ്കാരിക ഇടങ്ങളിൽ നോക്കൂ. ഈ അഭിപ്രായം എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ നിങ്ങൾ കൊണ്ടുവരുന്നൊരു ആഖ്യാനത്തെ മറിച്ചിടാൻ ശേഷിയുള്ളൊരു പ്രബല സമുദായമാണ് എന്നതുകൂടിയാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്. ഞാൻ ഉദാഹരണം പറയാം. എപ്പോഴാണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം വലിയ രീതിയിൽ രാഷ്ട്രീയ വിവാദമായി മാറുന്നത്? എപ്പോഴാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം വിട്ട് ഇവിടെ യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിനെതിരെ നിലപാട് സ്വീകരിക്കുന്നത്? ഏത് കോണ്ടക്സ്റ്റാണെന്ന് അറിയാമോ? ഒറ്റ കോണ്ടക്സ്റ്റാണ്, നാമജപ ഘോഷയാത്ര. ആരാ സംഘടിപ്പിച്ചത്? NSSന് നാമജപ ഘോഷയാത്ര വരുന്നു, ഉടൻ തന്നെ കാര്യങ്ങൾ മനസ്സിലാവുന്നു. അതുവരെ മറ്റെല്ലാ സമുദായ സംഘടനകളും പ്രേക്ഷകർ കണ്ടതാണ്. സമുദായ സംഘടനകളും അതിലേക്ക് ഇറങ്ങുന്നതിന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ NSS ഇറങ്ങുമ്പോഴാണ് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇതിലെ രാഷ്ട്രീയ സാധ്യത കണക്കാക്കുന്നത്. NS തിരിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിൻ്റെ വിഷയത്തിലേക്ക് വരുന്നു. രാഹുൽ ഗാന്ധി എടുത്ത നിലപാട് യുവതീ പ്രവേശനമാകാമെന്ന ആ നിലപാട് മാറ്റിയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ നാമജപ ഘോഷയാത്രയ്ക്കൊപ്പം വന്നത്. അതാണ് സുകുമാരൻ നായർ പറഞ്ഞത്. സുകുമാരൻ നായർ വളരെ വ്യക്തമായിട്ടല്ലേ പറഞ്ഞത്? ആദ്യം നാമജപ ഘോഷയാത്ര തുടങ്ങിയത് ഞങ്ങളാണ്, ഞങ്ങളത് തുടങ്ങിയതിന് ശേഷമാണ് വിട്ടുനിന്ന കോൺഗ്രസും BJPയും അതിന് പിന്നാലെ വരുന്നത് അതിന് ശേഷമാണെന്ന് പറയുന്നത്. സംഭവം ശരിയാണ്. ഞാനിതിൻ്റെ പഴയ വിഷ്വൽസ് എടുത്ത് നോക്കുകയായിരുന്നു. ആദ്യത്തെ NSSൻ്റെ പരിപാടിക്ക് ശേഷമാണ് കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും കൂടെ ജില്ലയിലാണ് ആയിക്കോട്ടെ, ഗണേഷ് കുമാർ പറഞ്ഞ ജില്ലയിൽ നിന്ന് തന്നെയാണ്. അതെ, ആ ജില്ലയിൽ നിന്ന് തുടങ്ങി. പക്ഷെ അതിനുശേഷം പത്തനംതിട്ടയിലെ നായന്മാരിൽ ചിലർ എന്താ ചെയ്തത്? അവിടെ നിന്ന് കൂടുതൽ വോട്ടുകൾ എങ്ങോട്ടാ പോയത്? അത് ആരാണ് ആ സുവർണാവസരം ഉപയോഗപ്പെടുത്തിയത്? ഇതൊക്കെ നമുക്കറിയാവുന്നതല്ലേ. അതുകൊണ്ട് അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ NSSൻ്റെ പ്രഹരശേഷിയെ ഭയക്കുന്നത് UDFും അഥവാ കോൺഗ്രസും BJPയും ഭയക്കുന്നത് ഇതുകൊണ്ടാണ്. ഇതാണ് എനിക്ക് പറയാനുള്ള ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തേത് നോക്കൂ, എത്രയെത്ര സുവർണാവസരങ്ങളാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ കോൺഗ്രസും BJPയും പ്രതീക്ഷിച്ചത്. എന്തൊക്കെ നരേറ്റീവുകളാണ് ഉണ്ടാക്കിയത്. അതിലൊരു നരേറ്റീവ് ആയിരുന്നില്ലേ പ്രതിപക്ഷ നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്? ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാം. എന്താ പ്രതിപക്ഷ നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത്? ഈ സ്വർണം അടിച്ചുമാറ്റിയതുമായി ബന്ധപ്പെട്ട് അയ്യപ്പൻ്റെ സ്വർണം അടിച്ചുമാറ്റിയതിൻ്റെ പാപം മറയ്ക്കാനാണോ അയ്യപ്പ സംഗമം നടത്തുന്നത്? സ്വർണം അടിച്ചുമാറ്റിയത് കൊണ്ടാണ് നിയമസഭയിൽ ഇന്ന് ചർച്ചയില്ലാത്തത്. കഴിഞ്ഞ 3 ദിവസം അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്ത സർക്കാരിന് ഇന്നത് ചർച്ച ചെയ്യാൻ ധൈര്യമില്ലേ?
കോടതി ഇന്ന് ഒരു ജില്ലാ ജഡ്ജിയെ വെച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോൾ സബ് ജുഡീസ് ആയ ഒരു വിഷയത്തിൽ, ഇത്രയും സെൻസിറ്റീവായ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത് എന്ത് യുക്തിയാണെന്ന് എനിക്ക് ഇനിയും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എന്നിട്ടാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റിയതിൻ്റെ പാപം മറയ്ക്കാനാണോ? ആരാ അടിച്ചു മാറ്റിയതായിട്ട് ഇപ്പോൾ നമ്മുടെ മുന്നിൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത്? ആരുടെ കയ്യിലായിരുന്നു ഈ ദ്വാരപാലക ശില്പങ്ങളിലെ പീഠമുണ്ടായിരുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിലെ റോളെന്താ? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കഥാപാത്രം അവതരിക്കുന്നത് എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ? ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്ന 20-ാം തീയതിക്കും 5 ദിവസം മുമ്പ് ഇതാ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യക്ഷപ്പെടുന്നു. ഒരു ടെലിവിഷൻ ചാനലിൽ വന്ന് ബൈറ്റ് കൊടുക്കുന്നു. നമ്മൾക്ക് അടക്കം മോർണിംഗ് ഷോയിൽ വന്ന് ബൈറ്റ് തരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. എന്താ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് അറിയാമോ? ഇത് കൂടാതെ ഒരു പീഠം കൂടി അവിടെ കാണാനില്ല എന്ന വിവരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാണ് പറഞ്ഞത്. ആ സമയം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് വാസുദേവന്റെ വീട്ടിലെ സ്വീകരണ മുറിയിൽ ഇതേ പീഠമുണ്ടായിരുന്നു. ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ് ഇപ്പോൾ സഹോദരി പറയുന്നതനുസരിച്ചാണെങ്കിൽ 21-ാം തീയതി വാസുദേവന്റെ കയ്യിലുള്ള വിവരം ഉണ്ണികൃഷ്ണൻ പോറ്റി മനസ്സിലാക്കി അത് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരാൻ വാസുദേവൻ പോറ്റിയോട് പറഞ്ഞു. അതിനുശേഷം ഈ വാസുദേവനോട് പറഞ്ഞു. വാസുദേവൻ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. 25-ാം തീയതി ബാംഗ്ലൂരിൽ പോകുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് സ്വന്തം വീട്ടിൽ നിന്നെടുത്ത് സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുവച്ചു. ഇതാണ് സംഭവം. ഇതിൽ ദേവസ്വം ബോർഡിന് എവിടെയാ റോള്? ഇതിൽ സർക്കാരിന് എവിടെയാ റോള്? എന്നിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്ന് സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തിയത് ആർക്കു വേണ്ടിയാ? ആഗോള അയ്യപ്പ സംഗമത്തിന് 5 ദിവസം മുൻപ് ഇതേപോലെ ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്ന് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇന്ന് ചോദിച്ചതിൽ കഴിഞ്ഞില്ലേ? ദേവസ്വം ബോർഡിന് പങ്കില്ലെന്ന് പറയാൻ വരട്ടെ. ദേവസ്വം ബോർഡിനോ ദേവസ്വം മന്ത്രിക്കോ ഈ ഒരു പീഠത്തെ കുറിച്ച് എന്താണ് അറിയാമായിരുന്നത്? ഇനി അത് പറയാം. സുജയുടെ ഊഴത്തിൽ സുജയ്ക്ക് പറയാം. ഇപ്പൊ സുജയ പറഞ്ഞ ചോദ്യത്തിന് മറുപടി ഞാൻ പറയാം. ഇനി അവിടെ അത് നിലവിൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതാണോ? ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അത് നിലവിൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതല്ല. കാര്യം അത് അളവ് പരിശോധിച്ച് അളവ് പാകമാകില്ല എന്ന് കരുതി തിരികെ കൊണ്ടുപോയതാണ്. അവിടെ വരുന്ന അതിലാണ് ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞത് അതിൽ കമ്മീഷണർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ അത് പരിശോധിക്കണം. പക്ഷേ അതിന് എന്താണ് പ്രതിപക്ഷം പറഞ്ഞത്? സ്വർണം അടിച്ചു മാറ്റി എന്നല്ലേ പറഞ്ഞത്? എവിടെയാ വന്നത്? ആരാ രേഖാമൂലം വന്നു എന്നുണ്ടോ? നിങ്ങൾ കൊണ്ടുവന്നു എന്നതിന് രേഖയുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. നിങ്ങൾക്ക് പാകമാകാത്ത സാധനം തിരികെ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ അത് രേഖപ്പെടുത്തണമോ വേണ്ടോ എന്നുള്ളതാണ്. അതാണല്ലോ ജില്ലാ ജഡ്ജിയുടെ അന്വേഷണത്തിന്റെ പരിധിയിലുള്ളത്. അന്വേഷണം വരട്ടെ. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എക്സ്പോസ്ഡ് ആയി നിൽക്കുന്നത് അവിടെയല്ലേ? എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കഥാപാത്രം ഇതിന് 5 ദിവസം മുമ്പ് വന്ന് ഇങ്ങനെയൊരു സംശയം പ്രകടിപ്പിച്ച് ഒടുവിൽ അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നത് കണ്ടെത്തുന്നത് എന്തുകൊണ്ടാണ്? ആർക്കും സംശയം ഉണ്ടാവാത്ത എന്തുകൊണ്ടാണ്? ഇത്രയും സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഗൂഢാലോചനയെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കേണ്ട എന്ന് തോന്നുന്നത്? അതൊക്കെ അന്വേഷിക്കപ്പെടണം. അതാണ് ജില്ലാ ജഡ്ജി അന്വേഷിക്കുന്ന ഒരു വിഷയമായിട്ട് മാറുന്നത്. അവിടെയാണ് ഒരു കാര്യം എക്സ്പോസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ സ്വർണം അടിച്ചുമാറ്റി എന്നുള്ള വിഷയം തെറ്റായിരുന്നില്ലേ? ഇതല്ലേ സുകുമാരൻ നായർ പറഞ്ഞത്? രാഷ്ട്രീയ അവസരമായിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അതാണ് സുവർണാവസരമായിട്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞത്. നേരിട്ട് പറഞ്ഞത് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനല്ലേ, PS ശ്രീധരൻപിള്ളയല്ലേ? സുവർണാവസരം ഉപയോഗിക്കുന്നത്. ഇത് വ്യക്തമായും മനസ്സിലാക്കിയ സുകുമാരൻ നായർ അത് പറയുമ്പോൾ ആർക്കാ പൊള്ളുന്നേ? എന്തിനാ പൊള്ളുന്ന? വസ്തുതയല്ലേ സുകുമാരൻ നായർ പറയുന്നത്? പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ന്യൂനപക്ഷ സംഗമം നടത്തുന്നു എന്നായിരുന്നല്ലോ അടുത്തുള്ള ഒരു പ്രചരണം. ഒടുവിൽ ന്യൂനപക്ഷ സംഗമമാണോ നടത്താൻ തീരുമാനിച്ചിരുന്നത്? 33 വകുപ്പുകൾ 2031 കേരളം എങ്ങനെയാണ് എന്നുള്ളതിന് നേരത്തെ തന്നെ കൂടിയാലോചനയുടെ ഭാഗമായി തീരുമാനിച്ച സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു. അതിന് ന്യൂനപക്ഷ സംഗമം എന്ന് പേരു മാറ്റി പ്രചരണം നടത്തിയത് ആരാണ്? വീണ്ടും സുവർണാവസരം ഉപയോഗിക്കാനുള്ള ഒരു അവസരമായിരുന്നില്ലേ? ഇവിടെയും സുകുമാരൻ നായർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയല്ലേ? ഒരു രാഷ്ട്രീയ അവസരമായി വിവാദത്തെ ഉപയോഗിക്കുകയായിരുന്നില്ലേ? മൂന്നാമത്തത്, ന്യൂനപക്ഷ വിഷയങ്ങൾ ഇപ്പോൾ CPM-ന് താല്പര്യമില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ പലസ്തീൻ അംബാസിഡർ പേര് അബ്ദുള്ള അബു ഷാവേഷ് എന്നാണ്. എന്താണ് കേരള മുഖ്യമന്ത്രി പറഞ്ഞതെന്നറിയാമോ? കേരളത്തിൻ്റെ മനസ്സ് പലസ്തീനോടൊപ്പമാണ്. ഒരു തരിമ്പ് പോലും അക്കാര്യത്തിൽ നിലപാട് മാറ്റിയിട്ടില്ല. ഭൂരിപക്ഷ വർഗീയതയോടൊപ്പം നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഭൂരിപക്ഷ വർഗീയതയോടൊപ്പം നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണോ പലസ്തീന്റെ അംബാസിഡർ അബ്ദുള്ള അബു ഷാവേഷിനെ ക്ഷണിക്കുന്നതും? ഞാൻ വരാം. കോഴിക്കോട് ഇനി LDF CPM-ന്റെ നേതൃത്വത്തിൽ രാജ്യമെമ്പാടും പോളിറ്റ് ബ്യൂറോ തീരുമാനം അനുസരിച്ച് ഐക്യദാർഢ്യ പരിപാടി നടത്താൻ പോവുക. രാജ്യമെമ്പാടും ഐക്യദാർഢ്യ പ്രകടനം നടത്തുന്നത് കേരളത്തിൽ പ്രതിരോധമായിട്ടാണ്. രാജ്യമെമ്പാടും ഉണ്ടാവും. എവിടെയൊക്കെ CPM-ന് ബ്രാഞ്ചുകളുണ്ടോ, എവിടെയൊക്കെ CPM-ന് സ്വാധീനമുണ്ടോ, ഇനി ഒരാളാണെങ്കിൽ പോലും അതൊരു ഐക്യദാർഢ്യമാണ്. ഐക്യദാർഢ്യമാണ് സുജി. അത് അവിടെ ഉണ്ടാവും സ്വാഭാവികമായും. അല്ലാതെ തരാതരം കിട്ടുമ്പോൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും ഇസ്രായേലിനോടൊപ്പം നിൽക്കുകയും ട്രംപിനുമായി ഫ്രണ്ടെന്ന് വിളിച്ചിട്ട് തിരിച്ചടി കിട്ടുന്ന സമയത്ത് ഇനി എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് അന്വേഷിച്ച് പോവുകയും ചെയ്യുന്ന രീതിയല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി പറയുന്നത്. പോയിന്റ് നമ്പർ 3. ഇനി അപ്പോൾ ഈ 3 കാര്യങ്ങളും രാഷ്ട്രീയ അവസരമായിട്ട് ഉപയോഗിക്കുകയായിരുന്നു. വിശ്വാസത്തെ രാഷ്ട്രീയ അവസരമായി ഉപയോഗിച്ചതിന്റെ ഏറ്റവും ഒടുവിലത്തെ പാളിപ്പോയ ഉദാഹരണങ്ങളാണ് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ പ്രചരണത്തിന്റെ
രാഷ്ട്രീയ അവസരമായിട്ട് ഉപയോഗിക്കുന്നു. വിശ്വാസത്തെ ഇപ്പോൾ രാഷ്ട്രീയ അവസരമായി ഉപയോഗിക്കുന്നു. അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എന്താ പറയുക, കേസുകൾ പിൻവലിച്ചിട്ടില്ല. ഞാനത് പലതവണ പറഞ്ഞതാണ്. കണക്ക് ഞാൻ ആവർത്തിക്കുന്നില്ല. 2900 കേസ്, അതിൽ 1960 കേസുകൾ 2560 കേസ്, അതിൽ 1960-ലധികം കേസുകൾ പിൻവലിക്കുന്നു. ഇനി ഗുരുതരമായ കുറ്റകൃത്യങ്ങളുള്ള 640 കേസേ ബാക്കിയുള്ളൂ. അപ്പോൾ ചോദിക്കുന്നു, ശശികല ടീച്ചറുടെ പേരിൽ 10-20 കേസ് എടുത്തിട്ടുണ്ടല്ലോ. പ്രതിപക്ഷ നേതാവ് പറയുമോ ശശികല ടീച്ചർ എടുത്ത കേസ് പിൻവലിക്കാൻ? പ്രതിപക്ഷ നേതാവ് പറയുമോ ശശികല ടീച്ചറുടെ പേരിൽ എടുത്ത കേസ് പിൻവലിക്കാൻ? എന്തായിരുന്നു കേസ്? അപ്പോൾ ഗുരുതര സ്വഭാവമുള്ള കേസുകൾ പിൻവലിക്കാൻ കഴിയില്ല. അത് കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ പിൻവലിക്കാൻ കഴിയൂ. അതിലാണെങ്കിൽ പൊതുമുതൽ നശിപ്പിച്ച കേസുകളുണ്ട് എന്നതല്ലേ വ്യാഖ്യാനം. എന്നിട്ട് അതിനെയാണ് തിരിച്ചിപ്പോൾ NSSനെതിരെ ഉപയോഗിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഭാഗത്തേക്ക് വരാം. എന്താണ് പ്രതിഷേധത്തിൻ്റെ സ്വഭാവം? ഇന്നുവരെ ജനറൽ സെക്രട്ടറിക്കെതിരെ നടന്നതിൽ വെച്ച് ഏറ്റവും നിന്ദ്യമായ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. അത് ബാനറുകൾ ഉപയോഗിച്ച് നടത്തുന്നത് മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം നടക്കുന്നുണ്ട്. കുടുംബകാര്യത്തിനു വേണ്ടിയാണ് സുകുമാരൻ നായർ അത് ചെയ്തതെന്നാണ്. നാളിതുവരെ എപ്പോഴെങ്കിലും കുടുംബകാര്യത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ നിലപാട് സുകുമാരൻ നായർ സ്വീകരിച്ചതായിട്ട് പറയാൻ പറ്റുമോ? എൻ്റെ അനുഭവത്തിലില്ല. നമ്മൾ സുകുമാരൻ നായരുടെ രാഷ്ട്രീയത്തെ വിമർശിച്ചിട്ടുണ്ട്. പല കാലങ്ങളിലും ജനാധിപത്യ മര്യാദയോടുകൂടി തന്നെ വിമർശിച്ചിട്ടുണ്ട്. ആ അങ്ങേയറ്റം ബഹുമാനത്തോടു കൂടി. സുകുമാരൻ 2 വിഷയങ്ങളാണ് നോക്കുന്നത്. ഒന്ന്, മകളെ സർവകലാശാലയുടെ വൈസ് ചാൻസലറാക്കാൻ വേണ്ടിയാണത്രേ NSSന്റെ പിന്തുണ ഇപ്പോൾ CPMന് കൊടുത്തിരിക്കുന്നത്. എത്ര വികടമായ വാദമാണെന്ന് ആലോചിച്ച് നോക്കൂ. മിനിമം കോമൺ സെൻസ് ഉള്ളവർ പറയോ? അതാണ് ഒന്ന്. രണ്ടാമത്തെ എന്താണെന്നറിയാമോ? മരുമകനുമായി ബന്ധപ്പെട്ട് ഏതൊരു ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചതുമായി ബന്ധപ്പെട്ട് ആ കേസ് സർക്കാർ അന്വേഷിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ധനലക്ഷ്മി ബാങ്ക് സംസ്ഥാന സർക്കാരിൻ്റെ ബാങ്കാണോ? എന്തും പറയാമെന്നാണോ? അതും സംസ്ഥാന സർക്കാരിൻ്റെ, അതും സംസ്ഥാനത്തെ പ്രബലമായ ഒരു സമുദായത്തിൻ്റെ ജനറൽ സെക്രട്ടറിക്കെതിരെ ഇത്തരം വ്യാപകമായ വ്യാജ പ്രചരണങ്ങൾ ആരാണ് പടച്ചുവിടുന്നത്? ആർക്കാണതിൽ താല്പര്യം? വ്യാജ പ്രചരണങ്ങൾ ഉണ്ടാക്കാൻ ആർക്കാണ് ശേഷിയുള്ളത്? സമൂഹ മാധ്യമങ്ങളിലൂടെ അടുത്തിടെ നമ്മൾ കണ്ടതല്ലേ, ഏറ്റവും കൂടുതൽ ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ വ്യാജ പ്രചരണം നടത്തി ജയിലിൽ പോകുന്നതും അറസ്റ്റ് വരിക്കുന്നതും നമ്മൾ കണ്ടതല്ലേ. അവരുടെ സ്വാധീനം ഇതിലുണ്ടെന്ന് വിശ്വസിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ? ഇനി ബാനറുകൾ വരുന്നവരുടെ കഥ ഞാൻ പറയാം. ബാനറുകളിൽ എഴുതിയിരിക്കുന്നത് എന്താ? എല്ലാത്തിനും ഒരു പാറ്റേൺ അല്ലേ. നേരത്തെ പറഞ്ഞു, കട്ടപ്പ, പിന്നിൽ നിന്ന് കുത്തി, ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. 21 സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും ബാനറുകൾ ഉയർന്നത്. പത്തനംതിട്ട വെട്ടിപ്പുറത്ത് സംഘപരിവാറിന്റെ അനുകൂലികളാണ്. തിരുവല്ല പെരിങ്ങര കരയോഗത്തിന് മുന്നിൽ BJP അനുഭാവികളാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. പെരിങ്ങര കോസ്മോസ് ജംഗ്ഷൻ, പെരിങ്ങര ലക്ഷ്മീനാരായണ ക്ഷേത്ര ജംഗ്ഷൻ, ഇവിടെയുള്ള കരയോഗത്തിലെ മുഴുവൻ ഭാരവാഹികൾക്കും മുഴുവൻ പ്രതിനിധികൾക്കും അഭിപ്രായമേ ഇല്ല എന്നുള്ളതാണ്. ആ കരയോഗത്തിന് മുമ്പിൽ കൊണ്ട് കെട്ടും. കരയോഗം ഭാരവാഹികളോട് ചോദിക്കുമ്പോൾ നമുക്ക് ബൈറ്റ് വന്നു, ഞങ്ങൾക്കിതിൽ പങ്കാളിത്തമില്ല. കോൺഗ്രസ് ഓപ്പണായി പ്രഖ്യാപിച്ചു. KC വേണുഗോപാൽ പറഞ്ഞു, ഈ പ്രതിഷേധങ്ങളിൽ ഞങ്ങൾക്ക് പങ്കില്ല. BJP ഒരക്ഷരം പറഞ്ഞിട്ടുണ്ട് ഈ പ്രതിഷേധങ്ങളുടെ കാര്യത്തെക്കുറിച്ച്. എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ മൗനം പാലിക്കുന്നത്? ഈ കരയോഗങ്ങളിലെ പ്രതിഷേധങ്ങളിൽ BJPക്ക് പങ്കില്ല എന്ന് ഇതുവരെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടില്ല ഞാൻ. ഉണ്ടെങ്കിൽ സുജയ്ക്ക് തിരുത്താം. ഇനി ലാക്കൂർ 681 നമ്പർ കരയോഗത്തിന് സമീപം, കലഞ്ഞൂരിൽ കല്ലേറത്ത് ജ്ഞാനപ്രദായിനി കരയോഗത്തിന് മുന്നിൽ, കലഞ്ഞൂർ കീച്ചേരി ഇടക്കോണിൽ, കോന്നി താഴത്ത്, ഇളപ്പുംപാറ, പത്തനംതിട്ട വെട്ടിപ്പുറം കരയോഗം കോമ്പൗണ്ട്, പത്തനംതിട്ട കാരക്കൽ, പത്തനംതിട്ട മയിലാടുംപാറ, കോട്ടയം ചേന്നാട്, ആലപ്പുഴ വെട്ടിയാർ, ആലപ്പുഴ നൂറനാട്, ചെങ്ങന്നൂർ പെരിശ്ശേരി, തിരുവനന്തപുരം കുറ്റ്യാനിക്കോട്, തിരുവനന്തപുരം നടുക്കാട് ചിരുത്തൂർക്കോണം, പിന്നെ തിരുവനന്തപുരത്തെ കുറ്റാനിക്കാട്, കോട്ടയത്തെ കിളിരൂര്, പത്തനംതിട്ടയിലെ മയിലാടുംപാറ കരയോഗ ഭാരവാഹികൾ പരസ്യമായി രംഗത്ത് വന്നു. ഇവരുടെയൊക്കെ രാഷ്ട്രീയം, ഞാൻ ഈ പേര് വായിച്ചത്, ഇതൊക്കെ ആ പ്രദേശത്തുള്ളവർക്കറിയാം ഇവരുടെയൊക്കെ രാഷ്ട്രീയം എന്താണ്, ഇവരുടെ അനുഭാവം ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. എറണാകുളം കോലഞ്ചേരി പാങ്കോട് NSS കരയോഗത്തിൽ ഫ്ലെക്സ്, പിണറായിക്ക് വേണ്ടി പാദസേവ ചെയ്യുന്ന കട്ടപ്പയെന്ന് വിമർശനം, അയ്യപ്പ ഭക്തരുടെ പേരിൽ ഇന്നലെ നെയ്യാറ്റിൻകരയിൽ കോലം കത്തിച്ചത് സംഘപരിവാർ അനുകൂലികളാണെന്നുള്ളതാണ് റിപ്പോർട്ട്. അപ്പോൾ ഇതാണ് ഇത്രയും വരുന്നത്, ഇത്രയും പ്രതിഷേധമാണ് നടന്നിരിക്കുന്നത്. ഒരേ ഫ്ലെക്സ്, ഒരേ തീം, ഒരേ ആശയം. മിനിമം അടിച്ചു മാറ്റുമ്പോഴെങ്കിലും അല്ലെങ്കിൽ പകർത്തി എഴുതുമ്പോഴെങ്കിലും ചെറിയ വ്യത്യാസവും കുറച്ചുകൂടി ക്രിയാത്മകതയും ഒക്കെ ആകാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇക്കാര്യത്തിൽ. അപ്പോൾ അത്യന്തം ഹീനമായ പ്രചരണം നടക്കുന്നു എന്നുള്ളതാണ് ഇത്. പക്ഷേ യൂണിയനുകളെല്ലാം, കേരളത്തിലെ 60ഓളം യൂണിയനുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ താലൂക്ക് യൂണിയനുകളും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനറൽ സെക്രട്ടറിക്ക്. ഒരു യൂണിയൻ പോലും ഇതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നലെ KB ഗണേഷ് കുമാറിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, 4 അലവലാതി നായന്മാർ രാജിവെച്ചൊഴിഞ്ഞാൽ തീരുന്ന പ്രതിഷേധമല്ല, അല്ലെങ്കിൽ തീർന്നു പോകുന്ന പ്രസ്ഥാനമല്ല NSS. അതിനു പിന്നിൽ ശക്തമായ നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തെ പിന്താങ്ങി നിർത്തുന്ന യൂണിയൻ നേതാക്കളുണ്ട്. അവർക്കതിൽ വ്യക്തമായ അഭിപ്രായമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതിഷേധത്തിന് പിന്നിൽ ശക്തമായ രാഷ്ട്രീയമുണ്ട്. അതാകട്ടെ BJP അനുകൂലികളാണ് ആ പ്രതിഷേധത്തിന് പിന്നിൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് പ്രത്യക്ഷത്തിൽ പ്രതിഷേധത്തിന് ഇറങ്ങിയിട്ടില്ല എന്ന് KC വേണുഗോപാൽ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. പ്രതിഷേധങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടോ എന്നാണ് ചോദ്യം. സുജയ,
പ്രതിഷേധങ്ങൾ ഇതുവരെ നടത്തിയത് ഒരു രാഷ്ട്രീയമായ ഒരു സംഘടിത സ്വഭാവത്തോടു കൂടിയുള്ള ഒരു പ്രതിഷേധമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. പ്രത്യേകിച്ചും കോൺഗ്രസോ BJPയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അങ്ങനെ ഒരു പ്രതിഷേധം നിങ്ങൾ നടത്തൂ എന്ന് പറഞ്ഞൊരു ആഹ്വാനത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു പരിപാടിയായി നമ്മൾ ഇതുവരെ അത് കണ്ടിട്ടില്ല. നേരത്തെ നിങ്ങളൊക്കെ ഇവിടെ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഒറ്റയ്ക്കും തെറ്റയ്ക്കുമുള്ള പ്രതിഷേധങ്ങളാണ്. അതായത് ഒരു ജില്ലയിൽ പോലും സംഘടിത സ്വഭാവത്തോടെ പ്രതിഷേധങ്ങൾ നടക്കുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ കഴിയില്ലെന്നാണോ? നിങ്ങളിപ്പോൾ പറഞ്ഞ സംഘപരിവാർ വിചാരിച്ചാൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ കഴിയില്ലെന്നാണോ? എല്ലാ കരയോഗങ്ങളിലും ഉണ്ട് സംഘപരിവാറുകാരായ നായന്മാർ. അല്ലാതെ താങ്കൾ പറഞ്ഞതുപോലെ 3-4 അലവലാദികൾ മാത്രമൊന്നുമല്ല. വേണമെങ്കിൽ 5000 കരയോഗങ്ങളുടെയും കണക്കെടുത്തോ. ശരി, താങ്കൾ ഗണേഷ് കുമാറിനെ എന്തായാലും ആട്രിബ്യൂട്ട് ചെയ്തല്ലോ. ഞാൻ അതിനോട് ശക്തമായി വിയോജിക്കുന്നു. ഗണേഷ് കുമാർ ആ പറഞ്ഞത് തെറ്റാണ്. 1 ആയാലും 2 ആയാലും 3 ആയാലും ഓരോരുത്തർക്കും വ്യക്തിപരമായ സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ഉടനെ അലവലാതി എന്ന് വിളിച്ച് അതിനെ എൻഡോഴ്സ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അപ്പോൾ രാഷ്ട്രീയമായ ഒരു സംഘടിത സ്വഭാവത്തോടെയുള്ള ഒരു പ്രതിഷേധവുമല്ല അവിടെ നടന്നത്. അതിന് G. സുകുമാരൻ നായർക്ക് വേണ്ടി കൂടി എല്ലാ നായന്മാർക്കും വേണ്ടി ആ പ്രതിഷേധം അങ്ങ് അറിയിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയമുണ്ടോ എന്ന ചോദ്യത്തിൽ ഇല്ല എന്ന് തന്നെയാണ് എന്റെ മറുപടി. ഇവിടെ G. സുകുമാരൻ നായർക്കെതിരെ വരുന്ന പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറയുന്നത് യുവതീ പ്രവേശന സമയത്തെടുത്ത ക്രിമിനൽ കേസുകൾ പിൻവലിക്കുന്നതിൽ എന്തുകൊണ്ട് G. സുകുമാരൻ നായർ അങ്ങോട്ടൊരു ഉപാധി വെച്ചില്ല? അല്ലെങ്കിൽ സർക്കാരിനെ പിന്തുണയ്ക്കാമെന്ന് പറയുമ്പോൾ ആ കേസുകൾ പിൻവലിക്കുമെന്ന് സുകുമാരൻ നായർ പറഞ്ഞാൽ അപ്പ ചെയ്തു കൊടുക്കും. ഒരു ഞൊടിയിടയിൽ അത് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന സർക്കാരാണ് നിൽക്കുന്നത്. കാരണം NSS ഞങ്ങൾക്കൊപ്പമാണ്, NSSന്റെ നിലപാട് ഞങ്ങൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആശ്ലേഷിച്ച് നിൽക്കുന്ന ആളുകളാണ് ഇപ്പോൾ MV ഗോവിന്ദ മാസ്റ്റർ ആയാലും പിണറായി വിജയനായാലും VN വാസവനായാലും എല്ലാവരും ആ ഒരു നിലപാടെടുത്തുകൊണ്ടാണ് നിൽക്കുന്നത്. VN വാസവനുമായി നടത്തിയ ചർച്ചയിൽ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൂടി സ്വീകാര്യമായ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് G. സുകുമാരൻ നായർ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത അഭിമുഖത്തിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അപ്പോൾ അതൊക്കെ AK ബാലൻ സഖാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ അതൊക്കെ ഓർക്കുന്നുണ്ടാവുമല്ലോ. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, നല്ല വെടിപ്പായി അതെല്ലാം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് G. സുകുമാരൻ നായർ ആ ഒരു നിലപാടെടുത്തത്. അതുകൊണ്ടാണ് ആളുകൾ ചോദിക്കുന്നത്. അതിനുശേഷം വന്ന പ്രതികരണങ്ങളിലെല്ലാം ഉള്ളത് എന്താണ് നിങ്ങൾ മറന്നു പോകുന്നത്? യുവതീ പ്രവേശന സമയത്തെടുത്ത ക്രിമിനൽ കേസുകൾ നേരിടുന്ന പ്രായമായ അമ്മമാരടക്കമുണ്ട്. നേരത്തെ താങ്കൾ പറഞ്ഞപ്പോൾ ഈ നാമജപ ഘോഷയാത്രയെ കുറിച്ച് പറഞ്ഞല്ലോ. അല്ലല്ല, ക്രിമിനൽ കേസെടുത്ത ആഭ്യന്തര വകുപ്പിന്റെ ആഭ്യന്തരമന്ത്രിയാണ്. പല കേസുകളും പിൻവലിക്കുന്നതിന് സ്റ്റേറ്റിന്റെ റോൾ എന്താണെന്ന് കൂടി താങ്കൾ മനസ്സിലാക്കണം. എടുത്ത കേസുകൾ, വാഹനങ്ങൾ തല്ലിപ്പൊളിച്ചത് പ്രായമായ സ്ത്രീകളാണോ? ഇപ്പോൾ പിൻവലിച്ച കേസുകളിൽ, പിൻവലിക്കപ്പെടാതെ കിടക്കുന്ന കേസുകളിൽ പ്രായമായ അമ്മമാരടക്കമുണ്ട്. അവരൊക്കെ ഇരുന്ന് ഇപ്പോൾ നമ്മുടെ ഈ മീറ്റ് ദ എഡിറ്റേഴ്സ് കാണുന്നുണ്ടാവും. അവർ കൂടി കേൾക്കാൻ വേണ്ടി, അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ പ്രായമായ അമ്മമാരടക്കം ഈ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, പ്രായമായ അച്ഛന്മാർ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും പോയി തല്ലിപ്പൊളിച്ചതിന് മാത്രം കേസല്ല സാറേ. ഈ കേസുകളുടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ വാഹനം തല്ലിപ്പൊളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കല്ലേറുണ്ടായിട്ടുണ്ട്, വലിയ രീതിയിൽ ഒരു രക്തരൂഷിതമെന്ന് പറയാം, ആ വാക്ക് ഉപയോഗിക്കാമെന്ന് എനിക്കറിയില്ല. പക്ഷേ വലിയൊരു കലാപം പോലെയുള്ള ഒരു കലാപം ലൈക്ക് സിറ്റുവേഷനിലേക്ക് വരെ കാര്യങ്ങൾ പോയതാണ് നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനുശേഷം വന്ന പ്രതിഷേധങ്ങളിൽ. അപ്പോൾ ഈ ക്രിമിനൽ കേസുകൾ പിൻവലിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടാത്ത എന്തുകൊണ്ടാണ്? ഇത്രയും നാളായിട്ട് ഈ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന G. സുകുമാരൻ നായരൊന്നുമല്ല. അല്ലെങ്കിൽ നേരത്തെ KB ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ മേഖലാ യൂണിയനുകളുടെ തലപ്പത്തിരിക്കുന്ന യൂണിയൻ പ്രസിഡന്റുമാരൊന്നുമല്ല. കേസ് നടത്തുന്നത് ഈ പാവപ്പെട്ട മനുഷ്യരൊക്കെ തന്നെയാണ്. അവർ തന്നെയാണ് ഈ കേസിന്റെയൊക്കെ പിന്നാലെ നടക്കുന്നത്. അപ്പോൾ അതിലൊരു ഇടപെടൽ ഉണ്ടാകണം. അത് G. സുകുമാരൻ നായർ എന്ന് പറയുന്ന NSS ജനറൽ സെക്രട്ടറി ആ കാര്യം, ഞങ്ങളുടെ കാര്യം പറയാനല്ലേ താങ്കളെ നേതാവാക്കി ഇരുത്തിയിരിക്കുന്നത് എന്ന് കരയോഗങ്ങളിലുള്ളവർ ചോദിക്കുമ്പോൾ അതൊരു ന്യായമായ ചോദ്യമായിട്ടാണ് സാർ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ ഫ്ലെക്സ് കണ്ടിട്ട്, ഫ്ലെക്സിന്റെ ഭാഷ കണ്ടിട്ട്, അല്ലെങ്കിൽ ഇത്രയും കുറച്ച് മാത്രം അടിക്കാൻ കഴിയുന്ന സംഘപരിവാറുകാരാണ് എന്നൊക്കെ പറയുന്നത്, അത് കേട്ടിരിക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. എന്തായാലും സംഘടിതമായി കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ശാഖകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം എന്നതുകൂടി താങ്കൾ മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. അത് ഈ NSS കരയോഗങ്ങൾ ഉൾപ്പെടുന്ന മേഖലകളിൽ നായന്മാരൊക്കെ തന്നെ അംഗങ്ങളായിട്ടാണ് ആ ശാഖകളൊക്കെ വന്നിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. അപ്പോൾ BJP ആണ് പിന്നിലെന്നൊരു AG ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. AG ഉണ്ണികൃഷ്ണനെ കോട്ട് ചെയ്യുമ്പോൾ AG ഉണ്ണികൃഷ്ണൻ രാഷ്ട്രീയം എന്താണ്? BJPയിൽ നിന്ന് എന്നേ വിട്ടുപോയി പാർട്ടികൾ മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു AG ഉണ്ണികൃഷ്ണൻ പറയുന്നതാണ് അത് BJP ആണ് എന്ന് സ്ഥാപിക്കുന്നതിനുള്ള ഒരു സൗണ്ട് ബൈറ്റായി ഉപയോഗിക്കുന്നത്. BJPയുടെയോ RSSന്റെയോ ഒരു പ്രതിഷേധ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സംഘടിത സ്വഭാവം ഇല്ലാത്തതൊന്നുമല്ല. അതുകൊണ്ട് ആ വാദം അവിടെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ആണെന്ന് പറയാമല്ലോ. കാരണം ഏറ്റവും വലിയ നഷ്ടമുണ്ടാകുന്ന കോൺഗ്രസിനല്ലേ. കോൺഗ്രസിനാണ്, UDFനാണ് ഈ NSSന്റെ വോട്ടുകൾ കാലാകാലങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കോൺഗ്രസിനും UDFനും ഒരു തരത്തിലുമുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ആരെയും വിടുന്നില്ല. KC വേണുഗോപാൽ പറഞ്ഞത് അതേപടി അങ്ങ് KC വേണുഗോപാൽ എന്ന് ഞങ്ങളല്ല എന്ന് പറയുന്നു. പക്ഷേ KC വേണുഗോപാൽ അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ അല്ലാതാകണമെന്നില്ലല്ലോ. അപ്പോൾ അവിടെ കരയോഗങ്ങളിലെ ഒരു പ്രതിഷേധമായി, അതും വലിയൊരു പ്രതിഷേധമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. കാരണം G. സുകുമാരൻ നായർക്ക് ഇതിനകം തന്നെ ഗ്രൗണ്ട് കൃത്യമായി പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് മേഖലാ യൂണിയനുകളിൽ അടക്കം അദ്ദേഹത്തിന് ആ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെ താൻ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ താൻ എടുത്ത നിലപാട് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് NSS ആസ്ഥാനത്ത് പെരുന്നയിൽ പ്രതിനിധി സഭാംഗങ്ങളുടെ യോഗം നടന്നത്. പ്രതിനിധി സഭാംഗങ്ങളെയാണ് ആദ്യം
ആദ്യം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക, അതിനുശേഷം അവർ താഴെത്തട്ടിലേക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും, എല്ലാ കരയോഗങ്ങളിലേക്കും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. അതൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ വിജയദശമിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അതൊക്കെ സംഘടിപ്പിക്കുന്ന ക്ഷേത്രങ്ങളിലെ കരയോഗാംഗങ്ങളായ ഭാരവാഹികളുണ്ട്. അവരൊക്കെ ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ നാട്ടിലും ഈ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്നതുകൂടി നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ NSSന്റെ വോട്ടുകൾ ആർക്കെങ്കിലും ഹോൾസെയിലായി പോകുമോ? അങ്ങനെ പോകുമെന്നൊക്കെ CPM വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ മണ്ടത്തരമാണ്. അങ്ങനെ ഹോൾസെയിലായിട്ടൊന്നും നായർ വോട്ടുകളൊന്നും കേരളത്തിൽ പോകില്ല. താങ്കൾ പറഞ്ഞതുപോലെ 15% താഴെയാണെങ്കിലും ആ 15% എടുത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കുന്ന ഒരു രീതിയൊന്നും കേരളത്തിൽ എന്തായാലും നായന്മാർക്കില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം. അങ്ങനെ ഒരു ചരിത്രമില്ല. അത് CPIM മോഹിച്ചിട്ടും കാര്യമില്ല. കുറച്ചൊക്കെ കിട്ടും, അത്രയും കരുതിയാൽ മതി. AI ഗ്രൂപ്പുകൾ 1979 ഒരു വെർട്ടിക്കൽ സ്പ്ലിറ്റിലേക്ക് പോയത്, അതുപോലെ തന്നെ K കരുണാകരന്റെ DIC വന്നത്, ഇങ്ങനെ കോൺഗ്രസിലെ റിഫ്റ്റുകളൊക്കെ CPIM മുതലെടുക്കുന്നത് പോലെ ഇവിടെയും NSSുമായിട്ടുള്ള കോൺഗ്രസിന്റെ അകൽച്ച, അല്ലെങ്കിൽ NSSന് കോൺഗ്രസിനോട് വന്നിരിക്കുന്ന നീരസം, അത് CPIMന് മുതലാക്കാം. അത് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു റിയാലിറ്റി ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ സമദൂരത്തെ അദ്ദേഹം ശരിദൂരമാക്കിയെന്ന് ആൻഡോ സാർ പറയുന്നത് ശരിയാണ്. കാരണം ഇപ്പോൾ ഇടതുപക്ഷം ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇടതുപക്ഷം വിശ്വാസത്തിന്റെ പാതയിലേക്ക് വന്നത്, അത് ഞാനും സ്വാഗതം ചെയ്യുന്ന ആളാണ്. കാരണം വിശ്വാസികളെ തള്ളി പറയാതെ വിളക്കിരിക്കുന്നിടത്താണോ കൃഷ്ണൻ എന്ന് ചോദിക്കുന്നതിന് പകരം അയ്യപ്പ വിഗ്രഹം കയ്യിൽ വാങ്ങുന്ന, വിളക്ക് കൊളുത്തുന്ന പിണറായി വിജയനെ എനിക്കിഷ്ടമാണ്. അതുപോലെ NSSൽ ഉള്ള ആളുകൾക്ക് NSSന്റെ ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്ക് ഒരു ഇഷ്ടം തോന്നിയാൽ തെറ്റു പറയാൻ പറ്റുമോ? അപ്പോൾ അതാണ്, മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ, ആളുകൾ മാറുമ്പോൾ ആ വ്യക്തികളെ ഇഷ്ടപ്പെട്ടെന്ന് വരും, സ്വീകരിച്ചെന്ന് വരും. അത് അങ്കലാപ്പുണ്ടാക്കേണ്ടത് BJPക്കല്ല, UDFനും കോൺഗ്രസിനുമാണ്. കാരണം ഈ മാറ്റം അത് അവർക്ക് വിനാശമാകുന്ന മാറ്റമാണ്. അപ്പോൾ പിണറായി വിജയൻ യോഗി ആദിത്യനാഥിന്റെ തോളിൽ കൈയിട്ടു, യോഗി ആദിത്യനാഥിന്റെ ക്ലോസ് ഫ്രണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള പ്രവൃത്തികൾ, അതിൽ കുറച്ചാളുകൾക്ക് നീരസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തികളിൽ ഞാൻ മാറ്റം വരുത്തുകയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ് പിണറായി വിജയന്റെയും ഇടത് സർക്കാരിന്റെയും പ്രവൃത്തികൾ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് സമദൂരം ശരിദൂരമാകുന്നത്. ഇവിടെ ആക്രമണത്തെ, എനിക്ക് അത് പബ്ലിസിറ്റി ആണെന്ന് പറയുന്ന G സുകുമാരൻ നായർ ഇതിലൊക്കെ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്നൊരു ആറ്റിറ്റ്യൂഡോടുകൂടി പെരുന്നേലിരുന്ന് ഇപ്പോൾ ഈ ചർച്ചയും കാണുന്നുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 നായന്മാരെന്ന് പറഞ്ഞല്ലോ, മന്നത്ത് പത്മനാഭൻ ആരാണ് കമ്മ്യൂണിസത്തിലേക്ക് പോകുന്നത് എന്ന ഒരു വാചകം പറഞ്ഞായിരുന്നു. അതിങ്ങനെയാണ്: പിഴച്ച നായരും നശിച്ച ക്രിസ്ത്യാനിയും മുടിഞ്ഞ മുസൽമാനും കമ്മ്യൂണിസ്റ്റ് ആകും. ഞാൻ പറഞ്ഞതല്ല, സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ പറഞ്ഞതാണ്. അപ്പോൾ ആചാര്യനെ പോലെയാണ് തൻ്റെ നിലപാടെന്ന് G സുകുമാരൻ നായർ പറയുമ്പോൾ ഈ നിലപാട് G സുകുമാരൻ നായർ എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ, ആവർത്തിച്ച് പറയുന്നുണ്ടോ എന്നതാണ് അദ്ദേഹത്തോടുള്ള എൻ്റെ ചോദ്യം. ഇനി നമ്മുടെ സ്വർണത്തിൻ്റെ കണക്കിലേക്ക് വരാം. മാഡം അത് സൂചിപ്പിച്ചത് എന്തായാലും നന്നായി. ഇവിടെ ശബരിമലയിലെ സ്വർണത്തിന് കണക്കുണ്ടോ? ഈ കണക്കൊക്കെ സൂക്ഷിക്കേണ്ടത് മാറി മാറി ഭരിച്ച സർക്കാരുകളാണല്ലോ. എന്തായാലും കേരളത്തിൽ BJP ഭരിച്ചിട്ടില്ല, NDA ഭരിച്ചിട്ടില്ല. മാറി മാറി ഭരിച്ചത് UDFും LDFുമാണ്. ദേവസ്വം മന്ത്രിമാർ, അതുപോലെ തന്നെ ദേവസ്വം കമ്മീഷണർമാർ, അങ്ങനെ നിയമിച്ച ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, അങ്ങനെ ഇവരെല്ലാവരും ഈ കണക്കിന് ഉത്തരം പറയേണ്ട ബാധ്യതയുള്ളവരായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അടിച്ചു മാറ്റിയോ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അത് ബൂമറാങ്ങായിട്ട് അങ്ങോട്ട് ചെന്ന് കൊള്ളാതിരിക്കട്ടെ എന്നത് മാത്രമേ നമുക്കിപ്പോൾ ആഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം UDF ഭരണകാലത്തടക്കം അന്വേഷണ പരിധിയിൽ വരികയാണ്. 1999 മുതൽ 2025 വരെ 26 വർഷത്തിനിടയിലുള്ള എല്ലാ രജിസ്റ്ററും കോടതിയിൽ എത്തിയേ പറ്റൂ. അപ്പോൾ അവിടെ കൃത്രിമം നടന്നിട്ടുണ്ടോ? ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയ കണക്കിൽ വ്യക്തതയില്ല എന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശില്പവും പീഠവും മാത്രമല്ല. ഈ ദ്വാരപാലക ശില്പം സ്ഥാപിക്കുന്നതിന് മുൻപ് അവിടെ ഉണ്ടായിരുന്ന സ്ട്രക്ചർ എന്താണോ അവിടുത്തെ അടക്കം സ്വർണത്തിന്റെ കണക്ക് അവിടെ ബോധിപ്പിക്കണം. രജിസ്റ്ററിൽ ഒരു വ്യക്തതയുമില്ല. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന രേഖകൾ, ആ രേഖകളിൽ വ്യക്തതയില്ല എന്നാണ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, സ്ട്രോങ് റൂമുകളുടെ കണക്കെടുക്കണം, രേഖകൾ പരിശോധിച്ച് സ്വർണത്തിന്റെ കണക്ക്, അളവ്, മൂല്യം ഇത് കണക്കാക്കണം. അതോടൊപ്പം തന്നെ തിരുവാഭരണ രജിസ്റ്റർ പരിശോധിക്കണമെന്ന ആവശ്യവും അവിടെ മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ ജഡ്ജിയുടെ അന്വേഷണത്തിൽ സത്യം തെളിയുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. ഇവിടെ എന്തായാലും അടിച്ചു മാറ്റുമോ എന്ന ചോദ്യം കണക്ക് വരുന്നത് വരെ നിലനിൽക്കുന്ന ചോദ്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ആ കേസിന്റെ കാര്യം മാത്രം ഒന്ന് പറയാം. എത്ര കേസുകൾ പോലീസ് തന്നെ പിൻവലിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഈ അമ്മമാർക്കും അച്ഛന്മാർക്കും എതിരായിട്ടുള്ള കേസുകൾ പിൻവലിക്കാത്തവരും ഉണ്ട്. കേൾക്കൂ, എത്ര നമ്പർ അറിയില്ലല്ലോ, ഞാൻ പറയാം, നമ്പർ പറയാം. പോലീസ് തന്നെ പിൻവലിച്ച അമ്മമാരും അച്ഛന്മാരും മുതിർന്ന പ്രായമായവരും ഉൾപ്പെട്ട ഗുരുതര സ്വഭാവമില്ലാത്ത കേസുകളുടെ എണ്ണം 613 പോലീസ് റെഫേർഡ് കേസുകളാണ്, ഡിസ്പോസൽ കേസുകളാണ്, പോലീസ് മാത്രം. കോടതിയിൽ പോലീസ് ഈ കേസ് പ്രസ് ചെയ്യാതെ പോയത് മൂലം കോടതി അക്വിറ്റ് ചെയ്ത കേസുകൾ 278. അതായത് വൈരനിരാധന ബുദ്ധിയോടുകൂടി അമ്മമാരെയും അച്ഛന്മാരെയും ഒന്നും പോലീസ് പിന്തുടർന്ന് കോടതി കയറ്റുകയായിരുന്നില്ല. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഗുരുതരമല്ലാത്തവയിൽ സർക്കാരിൽ ശുപാർശ സമർപ്പിച്ച കേസുകൾ എത്ര ഉണ്ടെന്ന് അറിയാമോ? ഇപ്പോൾ പെൻഡിങ്ങിലിരിക്കുന്നത് 653. ഈ കേസിൽ ഒരെണ്ണം പോലും ശിക്ഷിക്കില്ല. കേസിൽ ശുപാർശ സമർപ്പിച്ചതാണ്. ഇനി എത്ര എണ്ണമാണ് നിൽക്കുന്നതെന്നറിയാമോ? 2635 എണ്ണത്തിൽ ഗുരുതരമായ കുറ്റകൃത്യം ഉൾപ്പെട്ട പിൻവലിക്കാൻ ശുപാർശ ചെയ്യാത്ത കേസുകൾ 666 എണ്ണം മാത്രമാണ്. 666. അതിൽ 237 എണ്ണം
പിൻവലിക്കും എന്നുള്ളതാണ് അറിയുന്നത്. കാര്യം അത് വീണ്ടും പോലീസ് അതിനകത്തൊരു പുനരാലോചന നടത്തും. ചുരുക്കത്തിൽ 435 കേസുകളിൽ നിരാക്ഷേപ പത്രം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിലത്തെ വിവരമാണ് ഞാൻ ഈ പറയുന്നത്. 666 കേസുകളിൽ 435 കേസുകളിലും NOC കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇത് കോടതിയാണ് അത് അക്യൂട്ട് ചെയ്യേണ്ടത്. സാങ്കേതികമായി കോടതിയിലാണെങ്കിലും NOC കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിലും കൂടുതൽ എന്തുറപ്പാണ് സുകുമാരൻ നായർക്ക് വേണ്ടത്? പ്രതിഷേധങ്ങൾക്ക് രാഷ്ട്രീയമോ എന്നതായിരുന്നു ചോദ്യം. 3 പേരുടെയും അഭിപ്രായം യെസ് എന്നാണ്, ഒരാൾക്ക് നോ. Meet the editors.